സഹസ്രാണസ്ഫടികടികാപുസ്തകരാം സകൃന്നത്വാനത്വാം കഥമിവ സദാം സന്നിധദതേ മധുക്ഷീരമധുരീണാഫണിതയാം കവീന്ദ്രാണാം ചേതകമലവനബല ബാലാദപരുചിം ഭജന്തേ സന്തകതിചിതരുണാമേവ ഭവതിം വിരിഞ്ച പ്രേയസ്യാസ്തരുണതര ശൃംഗാരലഹരി ഗഭീരാഭിർവാഭിർവിദദതി സദാം രഞ്ജനമമീ. നാരായണ നാരായണ. സജ്ജനങ്ങളായിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, വിശിഷ്യ ഉണ്ടായിട്ടും വേണ്ടാത്തവരായി ലോകത്തിന് വേണ്ടി വർത്തിക്കുന്ന സംപൂജ്യരായിരിക്കുന്ന സന്യാസിമാർക്കും, അതിവിശിഷ്യ തീർത്ഥീകുർവന്തി തീർത്ഥാനി എന്ന പേരിൽ അറിയപ്പെടേണ്ട പരമാചാര്യനായിരിക്കുന്ന ഭൂമാനന്ദ സരസ്വതി മഹാരാജ അവർകൾക്കും മറ്റെല്ലാവർക്കും വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവത് നൈമിഷാരണ്യ സത്രവേദിയിൽ ഈ ഉള്ളവനെ ഇവിടെ അവതരിപ്പിക്കേണ്ട വിഷയം ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 15 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളാണ്. സംഘാടകരുടെ പ്രത്യേക നിർദ്ദേശം കൊണ്ട്, സാധാരണ ഒരു പ്രഭാഷണ ശൈലിയെ വിട്ടുകൊണ്ട് മേൽപ്പറഞ്ഞ ഈ 5 അധ്യായത്തെ പരമാവധി ശ്രോതാക്കൾക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നൊരു ദൗത്യമാണ് ഈ ഉള്ളവന് തന്നിരിക്കുന്നതെന്നും, അതുകൊണ്ട് ആ അധ്യായത്തെ പരമാവധി ഉള്ള സമയപരിധി വെച്ചുകൊണ്ട് പരിചയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി സജ്ജനങ്ങളായിട്ടുള്ള ശ്രോതാക്കളുടെ അനുഗ്രഹം നമ്മളും പ്രതീക്ഷിക്കുന്നു. എന്തായാലും പ്രഭാഷണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ എല്ലാവർക്കും ചേർന്ന് ഈരടിയായിട്ട് ഹരേ രാമ നാമം ഏച്ചു ചൊല്ലാൻ വേണ്ടി ഒരു കീർത്തനം ഇവിടെ പാടിത്തരും. അതിനുശേഷം നമുക്ക് പ്രഭാഷണം ആരംഭിക്കാം. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. നിറമേഴുന്നൊരു പീലി തിരുമുടി തൊഴുന്നേൻ, വിരവോടെ വിലസുന്ന കുറുനീര തൊഴുന്നേൻ, തിലകത്താലഴകേറും തിരുനെറ്റി തൊഴുന്നേൻ, സ്മരചാപമടി കൂപ്പും പുരികും കൈ തൊഴുന്നേൻ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. സരസിജായത ചാരു തിരുമേഴി തൊഴുന്നേൻ, തിലസൂനത്തിലും നല്ല തിരുനസ തൊഴുന്നേൻ, രുധിരാഭ കലർന്നിടും അധരം കൈ തൊഴുന്നേൻ, കദനം മുത്തിനേകുന്നു രദനം കൈ തൊഴുന്നേൻ. ഹരേ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. മൃദുഹാസാഞ്ചിതമായ വദനം കൈ തൊഴുന്നേൻ, വനമാല വിളങ്ങുന്ന ഗളകണ്ഠം തൊഴുന്നേൻ, പരമകൗസ്തുഭം മിന്നും ഉരസും കൈ തൊഴുന്നേൻ, സുരുചിരം വിളങ്ങുന്ന മാറിടം കൈ തൊഴുന്നേൻ. ഹരേ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സരസിജോദ്ഭവൻ വാണ അരനാഭി തൊഴുന്നേൻ, കടകം മിന്നീടും കൈകൾ അടിയൻ കൈ തൊഴുന്നേൻ, അഖണ്ഡമായി പ്രകാശിക്കും നഖപംക്തി തൊഴുന്നേൻ, അഴകേറും തുടരണ്ടും വഴി പോലെ തൊഴുന്നേൻ. ഹരേ രാമ
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അഴലെല്ലാം ഒഴിഞ്ഞിടാൻ കഴലീണ തൊഴുന്നേൻ, മുടി തൊട്ടങ്ങടിയോളം ഉടൽ കണ്ടു തൊഴുന്നേൻ. അടി തൊട്ടു മുടിയോളം ഉടൽ കണ്ടു തൊഴുന്നേൻ, അഴകോടു ഗുരുവായൂർ ഭഗവാനെ തൊഴുന്നേൻ. ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അഴലെല്ലാം ഒഴിഞ്ഞിടാൻ കഴലീണ തൊഴുന്നേൻ, ഉടി തൊട്ടങ്ങടിയോളം ഉടൽ കണ്ടു തൊഴുന്നേൻ. അടി തൊട്ടു മുടിയോളം ഉടൽ കണ്ടു തൊഴുന്നേൻ, അഴകോടു ഗുരുവായൂർ ഭഗവാനെ തൊഴുന്നേൻ. ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. നാരായണ നാരായണ നാരായണ. നൈമിഷാരണ്യത്തിൽ വെച്ച് സൂതശൗനക സംവാദ രൂപത്തിൽ ഇവിടെ ആരംഭിച്ച ശ്രീമദ് ഭാഗവത പ്രഭാഷണ പരമ്പര കാലവ്യാള മുഖഗ്രാസത്രാശ നിർനാശഹേതവേ ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലൗകീരേണ ഭാഷിതം. കാലമാകുന്ന കാളസർപ്പത്തിന്റെ ഘോരമായ വിഷജ്വാലയിൽ നിന്നും രക്ഷപ്പെടാനായിക്കൊണ്ടിതാ ശ്രീമദ് ഭാഗവതത്തെ ആശ്രയിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിതാ സൂതപൗരാണികൻ ഇവിടെ ആരംഭിച്ച പ്രഭാഷണ പരമ്പര മഹാഭാരത യുദ്ധത്തിന് ശേഷം നടക്കുന്ന കുന്തിസ്തുതി ഭീഷ്മസ്തുതി എന്ന കഥകൾക്കൊക്കെ ശേഷം വിതുര മൈത്രേയ സംവാദ രൂപത്തിൽ നമ്മളിവിടെ ആരംഭിച്ചു. ഇവിടെ നേരത്തെ മൈത്രേയ സംവാദത്തിൽ കൂടി വിതുര ഉപദേശത്തെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടാണ് നമ്മൾ നേരത്തെ പ്രഭാഷണം ഇവിടെ സമർപ്പിച്ചതും. അവിടെ വെച്ച് ഒരു ബന്ധുവിൻ്റെ കർത്തവ്യത്തെക്കുറിച്ച് ഭാഗവതം ആ കഥയിൽ കൂടി നമുക്ക് കാണിച്ചു തന്നു. ഇന്ന് ബന്ധു എന്ന വാക്കിൻ്റെ നിർവചനം നമുക്ക് പലതരത്തിലുള്ള ചേർച്ചകളെ കൊണ്ട് വേഴ്ചകളെ കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് ബന്ധുക്കളുണ്ടെങ്കിൽ പോലും ഭാഗവതം കാണിച്ചു തരുന്നൊരു ബന്ധു എന്ന് പറഞ്ഞാൽ ആരാണോ സുഖത്തിലും ദുഃഖത്തിലും നമ്മളോടുകൂടി നിൽക്കുന്നവനും ഇതേപോലെ തന്നെ നമ്മളെയൊക്കെ പിടിച്ച് ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരായിട്ട് ലോകത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാണ് ശരിയായ ബന്ധു എന്ന് പറഞ്ഞ് തൻ്റെ ജ്യേഷ്ഠ സഹോദരനോട് ചെയ്യേണ്ട കർത്തവ്യത്തെ തീർത്ഥാടനത്തിന് പോലും അവിടുന്ന് തിരിച്ചു വന്നുകൊണ്ട് വിതുര മഹാശയൻ സംസാരത്തിൽ കിടന്ന് വട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന തൻ്റെ ജ്യേഷ്ഠന് വേണ്ട ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിനെ പ്രബുദ്ധനാക്കി തീർത്ത ഒരു കഥയാണ് നേരത്തെ നമ്മൾ അനുസ്മരിച്ചതും. അതിനുശേഷമാണ് ഭഗവാന്റെ തിരോധാനത്തിന് ശേഷം നടക്കുന്ന കഥാഭാഗങ്ങളെ 14-15 അധ്യായത്തിലായിട്ട് വർണ്ണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ദ്വാരകയിലേക്ക് പോയിരിക്കുന്ന ഭഗവാൻ അർജുനനെ കാണാത്ത ധർമ്മപുത്രരെ ഇവിടെ ഒരുപാട് ദുർലക്ഷണങ്ങളൊക്കെ ലോകത്തിൽ കാണാൻ തുടങ്ങിയ സമയത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. ഈ സന്ദർഭത്തിലാണ് ഗാന്ധീവം എന്ന വില്ലിനെ എടുത്ത് ശരീരത്തിൽ ധരിക്കാൻ പോലും സാധിക്കാതെ ഗാന്ധീവത്തെ വലിച്ചിഴച്ചു കൊണ്ടുവരിക്കുന്ന ഒരു അർജുനന്റെ രംഗം വർണ്ണിക്കുന്നു ഭാഗവതം 15-ാമത്തെ അധ്യായത്തിൽ. എന്ന് വെച്ചാൽ ഈ സന്താനഗോപാലത്തിന് ശേഷം അർജുനൻ ഇവിടെ പറയുന്നുണ്ട്, യൽക്കിഞ്ചിൽ പൗരുഷം പുംസാമേനേ കൃഷ്ണാനുകമ്പിതാം. ഒരു പുരുഷന്റെ പൗരുഷം കൊണ്ട് എനിക്ക് ഈ ലോകത്തിൽ എന്തെങ്കിലും നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ സാക്ഷാൽ ഭഗവാനാണെന്ന തത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഭഗവാന്റെ അസാന്നിധ്യത്തിൽ ഗാന്ധീവം എന്ന വില്ലുകൊണ്ട് ഒരുപാട് അഭ്യാസങ്ങൾ കാണിക്കാൻ സാധിച്ച അർജുനന് പോലും അത് ശരീരത്തിൽ എടുത്തു പൊക്കാൻ പോലും സാധിക്കാതെ വലിച്ചിഴച്ചു കൊടുത്ത
കണ്ണുനീര് വാർത്തുകൊണ്ട് ഹസ്തിനപുരത്തിൽ വരുന്ന കഥകളും ഇവിടെ വെച്ച് ധർമ്മപുത്രർ ചോദിച്ചു, അർജുന, ദ്വാരകയിൽ ഭഗവാന് സുഖം തന്നെയല്ലേ എന്നുള്ള വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിൽ കണ്ണുനീര് വാർത്തുകൊണ്ട് നിൽക്കുന്ന അർജുനെ സംബന്ധിച്ച് ഒന്നും പറയാൻ സാധിക്കാതെ അവസാനം ജ്യേഷ്ഠന്റെ നിർബന്ധം കൊണ്ട് അവസാനം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണായേനമേ ഹൃദം തേജോ ദേവവിസ്മാപനം മഹത് യസ്യ ക്ഷണവിയോഗേന ലോകോഹ്യ പ്രിയദർശന ഉക്തേന രഹിതോ ഹ്യേഷ മൃതക പ്രോച്യതേ യഥാ വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണ. അതായത് ജ്യേഷ്ഠ, നമ്മളൊക്കെ വഞ്ചിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കാരണം നമ്മളോടുകൂടി സൂതനായും ദൂതനായും ഇത്രയും കാലം നമ്മളോടുകൂടി ഉണ്ടായിരുന്ന ഭഗവാൻ സ്വന്തം അവതാര ലക്ഷ്യങ്ങളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ടിതാ സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു എന്ന് ദുഃഖകരമായിട്ടുള്ള വാർത്തകളൊക്കെ അതാ അവിടെ വെച്ച് ധർമ്മപുത്രരോട് പറയുന്ന കഥകളും. ഇത് കേട്ട ധർമ്മപുത്രര് ഭഗവാന്റെ അസാന്നിധ്യത്തിൽ ഇനി നമ്മളിവിടെ ഹസ്തിനപുരത്തിൽ ജീവിച്ചിരിക്കേണ്ടവരല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മഹാപ്രസ്ഥാനത്തിനായിട്ട് പുറപ്പെടുന്ന രംഗങ്ങളാണ് അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ന് ജീവിതത്തിൽ 4 പുരുഷാർത്ഥങ്ങളെ നേടാൻ വേണ്ടി ശാസ്ത്രങ്ങൾ പറയുന്നു, ഏകദേശം 84 ലക്ഷങ്ങൾക്ക് ജന്മങ്ങൾക്ക് ശേഷം കിട്ടുന്ന ഈ മനുഷ്യ ശരീരത്തെ സത്യത്തിൽ ഗാർഹസ്ഥ്യം, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം തുടങ്ങിയിട്ടുള്ള 4 ധർമ്മങ്ങളെ നമുക്ക് അനുഷ്ഠിക്കണമെങ്കിലും മിക്കവാറും ബ്രഹ്മചര്യത്തിന് ശേഷം ഗാർഹസ്ഥ്യത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവിടുന്ന് മുന്നോട്ട് പോകാൻ ഭൂരിപക്ഷം പേർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ദയനീയമായൊരു സത്യം. ഇന്ന് മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യം പോലും ഭൂരിപക്ഷം പേർക്കും അറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ദയനീയമായ സത്യം. ഈ അപൂർവമായി കിട്ടുന്ന ഈ മനുഷ്യ ശരീരത്തെ കേവലമായിരിക്കുന്ന സുഖഭോഗങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനല്ലാതെ അതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് ചില ലക്ഷ്യങ്ങളുണ്ടെന്നും ഈ തുടിക്കുന്ന ജീവന്റെ ഓരോ തുടിപ്പും ഒടുങ്ങാത്ത കർമ്മത്തുടിപ്പാണ് പോലും മടിക്കൊല്ല നമ്മൾക്കുപാസിക്കുവാനായി കടം തന്നതാണ് ഈ നവദ്വാര രൂപം. മരിക്കും വരയ്ക്കും ചരിക്കേണ്ടതല്ലേ, ചരിക്കും ജഗത്തിൽ ചിരിച്ചും കളിച്ചും മരിക്കാനൊരുങ്ങേണ്ട നമ്മൾക്കൊരിക്കൽ തിരക്കൊക്കെ വീട്ടി ജഗം വിട്ടുപോണം. പാരിന്റെ താരാട്ടിലൊന്നങ്ങുറങ്ങാൻ പാരം തുടിക്കുന്നു ജീവൽ സമൂഹം. തീരാത്ത ദുഃഖം ചുമടേറ്റിമല്ലേ ദൂരം കടക്കുന്നിതേറെ പ്രയാസാൽ നേടിയെന്നു തോന്നുന്ന നേട്ടങ്ങൾ ഓർത്താൽ നാട്യങ്ങളാണെന്നറിയേണ്ടതാണ്. നേടാൻ നമുക്കൊന്നു മാത്രം നനച്ചാൽ കേടൊറ്റൊരീശന്റെ ദിവ്യപ്രഭാവം. ഓരോ നടപ്പും തിടുക്കത്തിലായാൽ ഓരോ കിതപ്പും കുതിപ്പിന്റെ താളം. ആരോ കരം ചേർത്തുകാലം കടക്കാൻ ഏറെ തുണയ്ക്കുന്നു ചിത്രം വിചിത്രം. തുടിക്കുന്ന ജീവന്റെ ഓരോ തുടിപ്പും ഒടുങ്ങാത്ത കർമ്മത്തുടിപ്പാണ് പോലും മടിക്കൊല്ല നമ്മൾക്കുപാസിക്കുവാനായി കടം തന്നതാണ് ഈ നവദ്വാര രൂപം എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ ഗാർഹസ്ഥ്യധർമ്മത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ അവിടെ വെച്ച് വഴിമുട്ടിക്കുന്നവരാണ് ഭൂരിപക്ഷം പേരും. ഈ ധർമ്മപുത്രരെ സംബന്ധിച്ച് ഭഗവാന്റെ ഈ ഒരു വിയോഗത്താലെ അദ്ദേഹത്തിന് തോന്നി ഇനി ഹസ്തിനപുരത്തിൽ ജീവിച്ചിരിക്കുകയല്ല വേണ്ട മനസ്സിലാക്കിക്കൊണ്ട് പിന്നീട് സന്യാസത്തെ, വാനപ്രസ്ഥത്തെ സ്വീകരിക്കാതെ തന്നെ നേരിട്ട് പിന്നീട് അദ്ദേഹം സന്യാസത്തിനായിട്ട് പുറപ്പെട്ട കഥകളാണ് പിന്നീട് ഭാഗവതത്തിൽ കാണാൻ സാധിക്കുന്നത്. എന്ന് വെച്ചാൽ ധർമ്മപുത്രർ സഹോദരന്മാരോടും പാഞ്ചാലി ദേവിയോടും കൂടി തലമുണ്ഡനം ചെയ്തുകൊണ്ട് കാഷായ വസ്ത്രമൊക്കെ ധരിച്ച് ഇവരെല്ലാവരും ചേർന്ന് വടക്ക് ദിക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് പുറപ്പെട്ട കഥകളും അനവധി കാലം അനവധി പുണ്യതീർത്ഥങ്ങളും ക്ഷേത്രങ്ങളൊക്കെ ദർശിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് സമുദ്രത്തിൽ മുങ്ങിയ ദ്വാരകാപുരിയെ പോലെ അവർക്ക് കാണാൻ സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരായിട്ട് അനവധി ദിവസങ്ങളോളം വടക്ക് ഹിമാലയത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് പുറപ്പെട്ട കഥകളും പോകുന്ന വഴിക്ക് ഓരോരുത്തരായിട്ട് ശരീരം ഉപേക്ഷിച്ച കഥകളൊക്കെയാണ് പാണ്ഡവ സ്വർഗാരോഹണം എന്ന് പറയുന്ന ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് ദ്രൗപദീതജ്ഞായം പതീനാം അഡ്വറ്റേറ്റ് അനപേക്ഷതാം വാസുദേവേ ഭഗവതി ഏകാന്തമതിരാപതം യസദ്ധൈതൽ ഭഗവൽ പ്രിയാണാം പാണ്ഡോ സുതാനാം വിധി സംപ്രയാണം ശൃണോത്യലം സ്വസ്ഥേനം പവിത്രം ലബ്ധ്വാഹരോ ഭക്തിമുപൈതി സിദ്ധിം എന്ന് പറഞ്ഞ് പാണ്ഡവന്മാരുടെ ഈ സ്വർഗാരോഹണ കഥകളൊക്കെ കേൾക്കാൻ സാധിക്കുന്നതിന് ഫലശ്രുതിയും പറഞ്ഞുകൊണ്ട്, എന്ന് വെച്ചാൽ ലബ്ധ്വാഹരൗ ഭക്തി ഉപൈസി സിദ്ധിം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ 15ാമത്തെ അധ്യായം നമ്മളിവിടെ സമർപ്പിക്കുന്നത്. അതിനുശേഷം ഇനി നമുക്കിവിടെ പ്രധാനമായിട്ട് പറയേണ്ട കഥയാണ് പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ദിഗ്വിജയവും അതുപോലെ തന്നെ ധർമ്മവും ഭൂമിദേവിയും തമ്മിൽ നടക്കുന്ന സംവാദത്തെക്കുറിച്ചുള്ള കഥകളാണ് നമുക്ക്
പ്രധാനമായിട്ട് ഇനി അനുസ്മരിക്കാനായിട്ടുള്ളത്. ഇവിടെ ഭാഗവതം 16-ാമത്തെ അധ്യായത്തിലായിട്ട് വർണ്ണിക്കുന്നത് തദപരീക്ഷിൽ ദ്വിജവര്യ ശിക്ഷയാ മഹീം മഹാഭാഗവത ശാസ യഥാഹി സൂത്യാമഭിജാത കോവിത സമാധിശൻ വിപ്ര മഹൽ ഗുണസ്ഥതാ. പാണ്ഡവന്മാരെ മഹാപ്രസ്ഥാനത്തിനായിട്ട് പോകുന്ന സന്ദർഭത്തിൽ പരീക്ഷിത് മഹാരാജാവിനെ രാജ്യഭാരം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് പാണ്ഡവന്മാർ മഹാപ്രസ്ഥാനത്തിനായിട്ട് പോയതെന്നും വളരെ ദുർഘടകരമായൊരു കാലഘട്ടത്തിലാണ് പരീക്ഷിത് മഹാരാജാവ് രാജ്യത്തെ ഭരിക്കാൻ ആരംഭിച്ചതെങ്കിലും ഇദ്ദേഹത്തിന് ഒരു വ്യക്തിക്ക് ആത്യന്തികമായി കിട്ടേണ്ട ചില ഗുണങ്ങൾ, ഒന്നാമതായി ഈശ്വര അനുഗ്രഹം, ഇതേപോലെ സ്വന്തം മാതാപിതാക്കളുടെ അനുഗ്രഹം, മൂന്നാമതായി കിട്ടേണ്ട ഗുരുനാഥന്റെ അനുഗ്രഹം, ഇത് മൂന്നും ഉള്ള ആ പരീക്ഷിത് മഹാരാജാവിന് ദുർഘടകരമായൊരു കാലഘട്ടമാണെങ്കിൽ പോലും തൻ്റെ രാജ്യത്തെ വേണ്ട പോലെ ഭരിക്കാനും പ്രജകളെ പുത്രഭാവത്തിൽ സംരക്ഷിക്കാനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചു എന്നും, പക്ഷേ എന്നിട്ട് അതിനുശേഷം സൗത്തരസ്യ സനയാം ഉപയേമേ ഇരാവതിം ജനമേജയാദീം ചതുരത്തസ്യാം ഉൽപാദയൻ സുതാൻ. ഉത്തരന്റെ പുത്രിയായിട്ടുള്ള ആ ഇരാവതി അദ്ദേഹം വിവാഹം കഴിച്ച കഥകളും അദ്ദേഹത്തിന് ജനമേജയൻ എന്ന് പറയുന്ന 4 പുത്രന്മാരുണ്ടായി എന്നുള്ള കഥകളൊക്കെ വർണ്ണിച്ചതിന് ശേഷം ഭഗവാന്റെ അന്തർധാനത്തിന് ശേഷം ഘോരമായിരിക്കുന്ന കലിയുഗം ആരംഭിച്ച കഥകളെക്കുറിച്ച് പറയും. എന്നിട്ട് ഈ കലിയുഗത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ സത്യം നാസ്തി തപശൗചം ദയാദാനെന്ന വിദ്യതേ ഉദരം ഭരണോ ജീവാവരാഗ കൂടഭാഷിണ. നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം ഏകദേശം 43 ലക്ഷത്തി ചില്ലാനും വർഷങ്ങളോളം 4,32,000 വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ കലിയുഗത്തെ ആരംഭഘട്ടത്തിൽ തന്നെ സത്യം നാസ്തി തപശൗചം ദയാദാനെന്ന വിദ്യതേ ഉദരം ഭരണോ ജീവാവരാഗ കൂടഭാഷിണ. മാത്രമല്ല ജുഡീഷ്യറിയെ പോലും ഇന്ന് വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല. എവിടെ പണമുണ്ടോ ബലമുണ്ടോ അവർക്ക് എന്ത് അധർമ്മങ്ങളും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിന്റെ ഇന്ന് കാണുന്ന ദോഷങ്ങളുടെയൊക്കെ ചെറിയ അംശങ്ങളൊക്കെ പരീക്ഷിത് മഹാരാജാവിന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിന് മനസ്സിലായി കലി തൻ്റെ രാജ്യത്ത് പ്രവേശിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നീട് ഒരിക്കൽ ഈ പരീക്ഷിത് മഹാരാജാവ് ദിഗ്വിജയത്തിനായിട്ട് പുറപ്പെട്ട സന്ദർഭത്തിൽ കുതിരപ്പുറത്ത് കയറിക്കൊണ്ടിതാ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ കിഴക്കോട്ടൊഴുകുന്ന സരസ്വതി നദീ തീരത്ത് വെച്ച് ഭൂമിദേവിയും ധർമ്മദേവനും തമ്മിൽ നടക്കുന്ന ഒരു സംവാദത്തെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. എന്ന് വെച്ചാൽ 3 പാദങ്ങൾ നഷ്ടപ്പെട്ട ഒരു കാളയുടെ 4ാമത്തെ പാദത്തെ തല്ലിയൊടിച്ചുകൊണ്ട് നിൽക്കുന്ന പരീക്ഷിത്തിനെ പോലെ തന്നെ രാജകീയ വേഷം കെട്ടിയ ഒരു മഹാരാജാവ്, ഒരു പുരുഷൻ ഇത്തരത്തില് ഒരു ക്രൂരകർമ്മം ചെയ്തുകൊണ്ട് നിൽക്കുന്ന കണ്ടപ്പോൾ ഇത് കണ്ട് സഹിക്കവയ്യാത്ത പരീക്ഷിത് മഹാരാജാവ് നേരെ കുതിരപ്പുറത്ത് ചാടി ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു, നീ ആരാണ്? എൻ്റെ രാജ്യത്ത് വന്ന് ഇങ്ങനെ അധർമ്മങ്ങൾ പ്രവർത്തിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ടുതാ നേരെ വാളെടുത്തുകൊണ്ട് ഇദ്ദേഹത്തെ വധിക്കാനായിട്ട് പുറപ്പെട്ടു. പക്ഷേ ഈ രാജാവിനെ പോലെ തന്നെ രാജകീയ വേഷം കെട്ടിയിരിക്കുന്ന ഈ കലി പറഞ്ഞു, രാജാവേ അങ്ങയ്ക്കറിയില്ലേ ഞാനാണ് കലി, മാത്രമല്ല ഇത് എൻ്റെ കാലഘട്ടമാണെന്നും അതുകൊണ്ട് എന്നെ അങ്ങ് ഒരിക്കലും വധിക്കരുതേ എന്ന് അവിടെ വെച്ചത് ആവശ്യപ്പെട്ടതും രാജാവിന് തോന്നി എന്തൊക്കെ ദോഷങ്ങൾ കലിക്കുണ്ടെങ്കിൽ പോലും ആത്യന്തികമായിട്ട് ഒരുപാട് ഗുണങ്ങളെക്കുറിച്ച് ഭാഗവതം വർണ്ണിക്കുന്നത് കലിയുഗത്തെക്കുറിച്ച്. കാരണം ആദ്യമായിട്ട് ഇവിടെ പറയുന്നത് യൽ ഫലം നാസ്തി തപസാ യോഗേന സമാധിന തൽ ഫലം ലഭതേ സമ്യക് കലൗ കേശവ കീർത്തനാത്. മറ്റുള്ള 3 യുഗങ്ങളെക്കാൾ ഉപരിയായിക്കൊണ്ട് ധ്യാനയോഗങ്ങളോ ഹോമാദി കർമ്മങ്ങളോ മറ്റുള്ള പൂജാതി കർമ്മങ്ങളോ ഒക്കെ ചെയ്യുമ്പോൾ കിട്ടിയിരുന്ന അതേ ഫലം കലിയുഗത്തെ സംബന്ധിച്ച് ഭഗവാന്റെ തിരുനാമ സങ്കീർത്തനം കൊണ്ട് കിട്ടുന്നു എന്നൊരു മഹത്തായ ഫലം കലിക്കുള്ളത് കൊണ്ടും, ഇതേപോലെ തന്നെ രണ്ടാമതായിട്ട് ഇവിടെ പറയുന്നത് നാന്യുദ്വേഷ്ടി കലിം സമ്രാൽ സാരംഗ ഇവ സാരഭുൽ കുശലാന്യാശു സിദ്ധ്യന്തേ നേതരാണി കൃതാനിയത്. അതായത് ഇന്ന് കലിയുഗത്തെ സംബന്ധിച്ച് നമുക്കൊക്കെ നല്ല ചിന്തകൾ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇത് നിഷ്പ്രയാസം സാധിക്കും എന്നൊരു ഗുണമാണ് അത്ര കലിയുഗത്തിലുള്ളത്. മനസ്സുകൊണ്ടുപോലും നമ്മൾ സങ്കല്പിക്കുന്ന നല്ല ഗുണങ്ങൾ പ്രായോഗിക തലത്തിൽ സംഭവിക്കുമെന്നുള്ളതാണ് കലിയുഗത്തിൻ്റെ ഒരു ഗുണമെന്നും, ഇതേപോലെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിച്ചാലോ ഇത് ഫലവത്താകുന്നില്ലെന്നും അത് ശരീരം കൊണ്ട് ചെയ്താൽ മാത്രമേ അത് സത്യമായി തീരുന്നുള്ളൂ എന്നൊരു മഹത്തായ ഗുണം കലിക്കുണ്ട്.
അതുകൊണ്ട് നല്ല കാര്യങ്ങൾ നോക്കൂ, നമ്മളൊക്കെ ഒരുപാട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കാത്ത പല സൽക്കർമ്മങ്ങളും കലിയുഗത്തെ സംബന്ധിച്ച് മനസ്സുകൊണ്ട് നമ്മൾ സങ്കല്പിക്കാനായിട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ അത് സത്യമായി തീരുന്നു എന്നൊരു വലിയൊരു ഗുണം പല തലത്തിൽ നമുക്ക് പ്രായോഗിക തലത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മനസ്സുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾക്കോ മറ്റുള്ള യുഗങ്ങളിലുണ്ടായിരുന്ന ദുഷ്ഫലങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നുള്ളൊരു മഹത്തരമായ ഗുണത്തെ കണ്ടുകൊണ്ടും കലിയെ അദ്ദേഹം വധിക്കാതെ വിട്ടു. ഇതേപോലെ തന്നെ ഇന്ന് ഈ നാമസങ്കീർത്തനം ഭഗവാന്റെ ഈ സത്സംഗലബ്ധിയിൽ കൂടി കിട്ടുന്ന അറിവിനെ പോലെ കലിയുഗത്തിൽ കൂടി ഒരു ജീവൻ ഇവിടുന്ന് സംസാരമോചിതനായിത്തീരാൻ മറ്റൊരു മാർഗങ്ങളുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് പോലും മനുഷ്യൻ ആ ക്രിയായോഗത്തിന്റെ പിന്നാലെ തന്നെ പോകാനുള്ള ഒരു പ്രവണതയാണ് സത്യത്തിൽ നമുക്ക് ഇന്നും ഉണ്ടാകുന്നത്. യുഗധർമ്മം നാമസങ്കീർത്തനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുപോലും ക്രിയായോഗത്തിൽ പെട്ടുകിടക്കുന്ന നമുക്കൊക്കെ ഈ ക്രിയായോഗത്തിന്റെ ന്യൂനവശങ്ങൾ കൂടി മനസ്സിലാക്കാൻ സാധിച്ചാലേ ഇതിൻ്റെയൊക്കെ ഗൗരവത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. പണ്ട് ഒരു കഥാശാസ്ത്രത്തിൽ പറയാറുണ്ട്, ഒരു കശാപ്പുകാരൻ ഒരു പശുവിനെ ഹിംസിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ പശു എങ്ങനെയോ കയറ് പൊട്ടിച്ച് ഓടിപ്പോയി എന്നും ഈ പശുവിനെ ഇദ്ദേഹം പിടിക്കാൻ വേണ്ടി പിന്തുടർന്ന സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന് ഇതിനെ പിടികിട്ടിയില്ലെന്ന് മാത്രമല്ല കുറേ നേരം ഇതിൻ്റെ പിന്നാലെ പോയി വല്ലാത്ത വിശപ്പും ദാഹമൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങിയെന്നും പോകുന്ന വഴിക്ക് ഒരു ബ്രാഹ്മണ ഗൃഹം കണ്ടപ്പോൾ ഈ കശാപ്പുകാരൻ ആ ബ്രാഹ്മണ ഗൃഹത്തിൽ ചെന്നു. അവിടെയാണെങ്കിലും ഈ ബ്രാഹ്മണൻ തൻ്റെ പിതൃക്കൾക്കുള്ള വരുന്ന അതിഥികൾക്കുള്ള സദ്യയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം. അപ്പം ഈ കശാപ്പുകാരനും ആ വേദിയിൽ ചെന്നുകൊണ്ട് അദ്ദേഹത്തിനും ഈ ബ്രാഹ്മണൻ ആ സദ്യയൊക്കെ വിളമ്പിക്കൊടുത്തു. ഇതൊക്കെ കഴിച്ച ഈ ബ്രാഹ്മണൻ കശാപ്പുകാരൻ പിന്നീട് ഈ പശുവിനെ പിടിച്ച് ബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കർമ്മം, അതായത് ഹിംസാകർമ്മങ്ങളൊക്കെ ചെയ്തു എന്നും ഇതിനൊക്കെ ശേഷം അനവധി കാലങ്ങൾക്ക് ശേഷം നേരത്തെ പറഞ്ഞ ബ്രാഹ്മണൻ മരിച്ച് ഈ ജീവൻ സംയമനപുരിയിൽ ചെന്ന സന്ദർഭം, അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഈ ജീവിതകാലത്ത് ചെയ്ത പുണ്യപാപങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങളൊക്കെ ധർമ്മ മഹാരാജാവ് ഇദ്ദേഹത്തെ ബോധിപ്പിക്കാനായി തുടങ്ങി. കൂട്ടത്തിൽ പറഞ്ഞു, ഹേ ബ്രാഹ്മണ, അങ്ങയുടെ പേരൊരു ഗോഹത്യാപാപം കിടക്കുന്നുണ്ടെന്ന് അവിടെ വെച്ച് പറഞ്ഞു. ഇദ്ദേഹം ചോദിച്ചു, മനസ്സുകൊണ്ട് പോലും ഒരു പശുവിനെ നോവിക്കാത്ത എൻ്റെ പേരിൽ എങ്ങനെ വന്നു ഈ ഗോഹത്യാപാപം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ധർമ്മ മഹാരാജാവ് പറയുന്നു, നേരിട്ടല്ല. ഏത് തരത്തിലാണെന്നറിയൂ, അന്ന് ഒരിക്കൽ അങ്ങ് പിതൃക്കൾക്കുള്ള ശ്രാദ്ധം ഊട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു കശാപ്പുകാരൻ അങ്ങയുടെ ഗൃഹത്തിൽ അതിഥിയായിട്ട് വന്നു എന്നും ആ അദ്ദേഹത്തിന് അങ്ങയുടെ കൈകൊണ്ട് അങ്ങ് അന്നം വിളമ്പി കൊടുത്തില്ലേ, ഇതുകൊണ്ട് പിന്നീടോ ആ അന്നം ഭുജിച്ച ഈ കശാപ്പുകാരൻ പിന്നീട് ചെയ്ത പാതകം ഗോഹത്യ, അതിൻ്റെ ഫലമായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഈ ബ്രാഹ്മണന് ഈ പാപം കിട്ടിയെങ്കിൽ ചിന്തിക്കും നമ്മൾ കലിയുഗത്തിൻ്റെ മഹത്വവും ദോഷവും. ക്രിയായോഗത്തെക്കാളൊക്കെ ഉപരിയായിക്കൊണ്ട് ഈ സത്സംഗ ലബ്ധിയിൽ കൂടി അല്ലെങ്കിൽ ശ്രവണ കീർത്തനാദികളിൽ കൂടി യുഗം നാലിലും നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റേതുമില്ല യജ്ഞമറിഞ്ഞാലും ഇന്നു നാമ സങ്കീർത്തനം കൊണ്ടുടൻ വന്നു ചേരും പുരുഷാർത്ഥമൊക്കെയും യത്ഫലം നാസിതപസ നയോഗേന സമാധിന തൽഫലം ലഭതേ സമ്യക് കലൗ കേശവ കീർത്തനാത്. ഈ ഒരു മഹത്വത്തെ മനസ്സിലാക്കാൻ സാധിക്കാതെ പലപ്പോഴും ഈ സപ്താഹ വേദികൾ പോലും നമ്മുടെയൊക്കെ ഈ ചുരുങ്ങിയ കാലത്തെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ജ്ഞാനയജ്ഞത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ധർമ്മ പ്രോജിത കൈതവോത്തര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തുശബ്ദം താപത്രയോന്മൂലനം എന്ന് പറയുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ വേദികൾ പോലും മിക്കവാറും ക്ഷേത്രങ്ങളിൽ നടക്കുന്ന സന്ദർഭത്തിലൊക്കെ വെറും ക്രിയായോഗത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു, വഴിപാടുകൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന വേദികളാണ്. സത്യത്തിൽ ഭാഗവതത്തെ ഒരു ജ്ഞാനയജ്ഞമായിട്ട് കാണണമെന്നും ഇവിടെ ശബ്ദബ്രഹ്മ പരംബ്രഹ്മമോപേ ശാശ്വതി തനു എന്ന തരത്തില് ശബ്ദബ്രഹ്മമാകുന്ന ഭഗവാന്റെ സ്വരൂപത്തെയാണ് ഈ യജ്ഞവേദിയിലിരിക്കുന്ന ഓരോ ശ്രോതാക്കളും കാതിൽ കൂടി പിബന്തിയെ ഭഗവത ആത്മനസതാം കഥാമൃതം ശ്രവണപുടേഷു സമൃതം, കാതിന്റെ പിന്നിൽ വെച്ച് ആ വാക്കുകളാകുന്ന രൂപത്തിലെ ഭഗവാനെ ഹൃദയത്തിലേക്ക് ഇറക്കിക്കൊണ്ടാണ് സത്യത്തിൽ നോക്കി
ജന്മസാഫല്യത്തെ നേടാനുള്ളത്. എന്ന് വെച്ചാൽ ക്രിയായോഗത്തെക്കാളൊക്കെ ഉപരിയായിക്കൊണ്ട് ശ്രവണത്തെ ഒരു സാധനാനുഷ്ഠാനമാക്കി മാറ്റിക്കൊണ്ട് മാത്രം ഒരു മനുഷ്യന് ആത്യന്തികമായി എത്തേണ്ട ലക്ഷ്യത്തിലെത്താൻ സാധിക്കും എന്നൊരു മഹത്വം കൂടി കലിക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടൊക്കെ അദ്ദേഹം കലിയെ വധിക്കാതെ വിട്ട കഥകളും പിന്നീട് പറഞ്ഞു, നീ എൻ്റെ രാജ്യത്ത് കണ്ടുപോകരുത്, അതുകൊണ്ട് വിദേശ രാജ്യത്തേക്കൊക്കെ പോയിക്കോളൂ പറഞ്ഞു കലിയോട്. അപ്പോൾ കലി പറയുന്നുണ്ട്, മഹാരാജാവേ, വിദേശ രാജ്യത്തൊക്കെ ഞാൻ പണ്ടേ ഫുൾ ഫില്ലാണ്, അതുകൊണ്ട് ഈ ബ്രഹ്മാവർത്തത്തിൽ മാത്രം എനിക്കിനി കുറച്ച് സ്ഥാനം തന്നാൽ മതി പറഞ്ഞു. ഇത് കേട്ട മഹാരാജാവിന് തോന്നി, എന്തായാലും കലിയെ എങ്ങനെ നിഷ്കരുണം പറഞ്ഞയക്കുകയല്ല വേണ്ടേ. കാരണം ഇത്തരത്തിലുള്ള മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കലിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹത്തിന് വസിക്കാനായിട്ട് 4 സ്ഥാനങ്ങളെ കൊടുത്തു അദ്ദേഹം. ദ്യൂതം, പാനം, ഹിംസാസ്ത്രീയ പറഞ്ഞ 4 സ്ഥാനങ്ങളാണ് ആദ്യമായിട്ട് കലിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം മഹാരാജാവ് കൊടുത്തത്. ഇതിലെ ദ്യൂതം എന്ന് പറഞ്ഞാൽ മാത്സര്യ ബുദ്ധികൾ നടക്കുന്ന പ്രദേശങ്ങളെ പറയും. ചൂതുകളി പോലെയുള്ള വിനോദങ്ങളൊക്കെ നടത്തുന്ന സ്ഥലത്ത് ഞാൻ പോയി വസിച്ചോട്ടെ ചോദിച്ചു. ഓ, നീ അവിടെ തന്നെ ആയിരിക്കണ്ടേ പറഞ്ഞു. കാരണം അത്തരത്തിലുള്ള വിനോദങ്ങളുടെ ഉള്ളിലൊക്കെ പെടുന്നവരൊക്കെ പടിപടിയായിട്ട് അങ്ങോട്ട് നശിച്ചു പോയിക്കോട്ടെ എന്ന് മഹാരാജാവും വിചാരിച്ചു. അങ്ങനെ ആദ്യമായിട്ടൊരു സ്ഥാനത്തെ കൊടുത്തു. സത്യത്തിൽ നമ്മളെപ്പോലെയുള്ളവർ പറയുന്നത് ഇന്ന് ചൂതുകളി പോലെയുള്ള വിനോദങ്ങളെ പോലെ തന്നെയാണ് മനുഷ്യൻ്റെ മെൻ പവർ മുഴുവൻ നശിപ്പിച്ച് കളയുന്ന ക്രിക്കറ്റ് കളി പോലും നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തിയിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ കുട്ടികളൊക്കെ ചീത്ത പറയുന്നു മാത്രമേ ഉള്ളൂ. സത്യത്തിൽ മനുഷ്യൻ്റെ ഒരുപാട് മെൻ പവറുകൾ വേസ്റ്റാക്കി കളയുന്ന ഈ വിനോദങ്ങൾ പോലും, പിന്നെ അതിൻ്റെ പിന്നിൽ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം. തീർച്ചയായിട്ടും മനുഷ്യനെ പിടിച്ച് ഇത്തരത്തിൽ നശിപ്പിക്കുന്ന വിനോദങ്ങളാണ് സത്യത്തിൽ ഇതൊക്കെ. അപ്പം ആദ്യം തന്നെ ഇങ്ങനെ ദ്യൂതം എന്നൊരു സ്ഥാനത്തെ കൊടുത്തതിന് ശേഷം രണ്ടാമതായിട്ട് രാജാവ് കൊടുത്തതാണ് പാനം എന്ന സ്ഥാനം. എന്ന് വെച്ചാൽ മദ്യഷാപ്പുകൾ, അവിടെ ഞാൻ പോയി ഇരുന്നോട്ടെ പറഞ്ഞു. ഓ, നീ അവിടെ തന്നെ ഇരിക്കണ്ടേ. കാരണം ഇന്ന് നോക്കൂ, ശ്രദ്ധിക്കൂ, ഈ മദ്യപാനം കൊണ്ട് ആരെങ്കിലുമൊക്കെ നേരെയായ കഥകൾ കേട്ടിട്ടുണ്ടോ? ചിലവരൊക്കെ നേരെയും, അതായത് കള്ളുഷാപ്പുകളൊക്കെ നടത്തുന്ന കോൺട്രാക്ടർമാർ കോടിക്കണക്കിന് സമ്പാദിക്കുന്നല്ലാതെ ഇത് പാനം ചെയ്യാൻ പോകുന്നവരൊക്കെ പടിപടിയായിട്ട് നശിച്ചു പോകുന്നു എന്നതൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കും. നോക്കി, ഇന്ന് ഈ സേവന വേതന വ്യവസ്ഥകൾ നോക്കിക്കഴിഞ്ഞാൽ സേവനത്തിനേക്കാൾ ഉപരിയായിട്ട് വേതനങ്ങൾ ഇന്ന് കിട്ടിയിട്ട് പോലും കിട്ടുന്ന ഈ മൂല്യം പ്രഭാതം മുതൽക്ക് പ്രദോഷം വരെ അധ്വാനിച്ച് കിട്ടുന്ന ഈ മാക്സിമം എമൗണ്ടും കൊണ്ടുപോയിട്ട് മദ്യഷാപ്പിൽ കൊണ്ടുപോയി ചെലവഴിക്കുന്നവരാണ് ഭൂരിപക്ഷം പേരും. എത്രയൊക്കെ കിട്ടിയിട്ട് പോലും ജീവിതത്തിലൊരു സൽഗതി കിട്ടാതെ ജീവിക്കുന്നവർ. കാരണം രാജാവ് അന്നേ കൊടുത്തു, നീ ആ സ്ഥലത്ത് പോയിരിക്കെ, അവിടെ നിന്നെ ആശ്രയിക്കുന്നവരൊക്കെ നീ പോയി നശിപ്പിച്ചോളൂ പറഞ്ഞിട്ട് മദ്യഷാപ്പുകളും കലിക്കായിട്ട് കൊടുത്തു. പിന്നീട് മൂന്നാമത് കൊടുത്ത സ്ഥാനമാണ് ഹിംസ. ഹിംസ എന്ന് പറഞ്ഞാൽ ഈ ഹിംസയ്ക്ക് ഒരുപാട് നിർവചനങ്ങൾ കൊടുക്കണം. നമ്മളൊക്കെ സാധാരണ വിചാരിക്കുന്നത് ഒരു വ്യക്തിയെ, മറ്റൊരാളെ ആയുധങ്ങളെ കൊണ്ടും മറ്റും വേദനിപ്പിക്കുന്നതാണ് ഹിംസ എന്ന് നമുക്ക് പറയാറുണ്ടെങ്കിലും ഭാഗവതം പറയുന്ന ഹിംസ മനസാ വാചാ കർമ്മണ മറ്റൊരാൾക്ക് കൊടുക്കുന്ന സകല വേദനകളെയും ഹിംസയായിട്ട് കാണും. ഏകാദശ സ്കന്ധത്തിലെ ഭിക്ഷുഗീതയിൽ കാണാം, ഉദ്ധവരൊരു സംശയം ചോദിക്കുന്നുണ്ട്, ഭഗവാനെ, ആയുധങ്ങളെ കൊണ്ടുള്ള മുറിവുകൾ ഒരു പക്ഷേ നമുക്ക് ഉണക്കാൻ സാധിക്കുമായിരിക്കാം, പക്ഷേ വാക്കുകളാകുന്ന ശരങ്ങളെ കൊണ്ടുള്ള മുറിവുകൾ ജീവിതത്തിൽ ഒരിക്കലും ഉണക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അതുപോലും ഹിംസയ്ക്ക് തുല്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസാ വാചാ കർമ്മണ മറ്റൊരാളെയും ദ്രോഹിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതും അങ്ങനെ ചെയ്യുന്നതും കലിദോഷത്തിന് ഇരയാകേണ്ടി വരും അവർക്കും. ഇനി നാലാമത് കൊടുത്ത സ്ഥാനമാണ് സ്ത്രീ എന്നൊരു സ്ഥാനം. അവിടെയാണ് നമുക്ക് കുറച്ച് വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് സത്യത്തിൽ. കാരണം ഇത് 2 തരത്തിലും സ്ത്രീ എന്ന സ്ഥാനത്തിനെ ഭാഗവതം വ്യാഖ്യാനിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഇവിടെ പറയേണ്ടത്, ഇന്ന് ഭാരതത്തെ സംബന്ധിച്ച് എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ പറഞ്ഞൊരു പവിത്രമായൊരു സ്ഥാനമാണ് ഭാരതത്തിൻ്റെ സ്ത്രീക്ക് കൊടുത്തിരിക്കുന്നത്. വെച്ചാൽ സാക്ഷാൽ ഈശ്വരി അല്ലെങ്കിൽ ഭഗവതി എന്നൊരു സ്ഥാനം പോലും ഭാഗവതത്തിൽ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ പറഞ്ഞാൽ സ്ത്രീകൾ പൂജിക്കപ്പെടേണ്ടവരാണെന്നും അങ്ങനെയുള്ള സ്ത്രീകൾ പൂജിക്കപ്പെടുന്ന ഒരു സ്ഥലത്താണ് ദേവന്മാരുടെ സാന്നിധ്യം ഉണ്ടാകുന്നതെന്നൊക്കെയാണ് ഇവിടെ വർണ്ണിക്കുന്നതെങ്കിലും ഇതൊക്കെ നമുക്കറിയാമെങ്കിലും ഇന്ന് ലോകത്തിലെ ഒരുപാട് ദുഃഖങ്ങളും പീഡനങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നതും സത്യത്തിൽ സ്ത്രീകളാണെന്ന മറ്റൊരു സത്യവും നമുക്കറിയാൻ സാധിക്കും. നോക്കൂ, ഈ സ്ത്രീകൾ പൂജിക്കപ്പെടാത്തത് കൊണ്ടാണ് അത്രേ സത്യത്തിൽ പ്രകൃതി പോലും വികൃതികൾ കാണിക്കുന്നതൊക്കെ സത്യത്തിൽ ഈ തരത്തിലുള്ള അധർമ്മങ്ങളെ കണ്ടുകൊണ്ടാണെന്നും ശാസ്ത്രങ്ങൾ പറയുന്നു. അതുകൊണ്ട് അത്രമാത്രം പവിത്രമായൊരു സ്ഥാനത്തെ ഭഗവാൻ ഇന്ന് കൊടുത്തിട്ടുണ്ട് സ്ത്രീകൾക്ക്. പക്ഷേ നമ്മൾ അടുത്ത കാലത്തായിട്ട്
ഈ ആകാശവാണിയിൽ പഴയൊരു സിനിമാ പാട്ട് കേൾക്കാൻ നമുക്കൊരു സന്ദർഭം വന്നു. അത് കേട്ടപ്പോൾ ഈ കഥയോടുകൂടി ചേർത്ത് പറയാൻ നമുക്കത് പെട്ടെന്ന് മനസ്സിൽ കുറിച്ചിട്ടു. കാരണം വളരെ പഴയൊരു സിനിമയിലെ പാട്ടായിരുന്നു അത്. സ്ത്രീകൾ ഒരിക്കലും പീഡിപ്പിക്കപ്പെടാൻ പാടില്ലെന്നും സന്തുഷ്ടവതികളായിട്ട് നമ്മൾ സംരക്ഷിക്കേണ്ടതാണെന്നൊക്കെ പുരുഷന്മാർക്ക് അറിയാമെങ്കിലും ഇവരെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ വേദനിപ്പിക്കാതിരിക്കാനും സാധിക്കില്ല എന്ന് പുരുഷന്മാർക്കറിയാം. ഇത് മനസ്സിലാക്കിയിട്ടാണോ ആ കവി ഈ പാട്ട് രചിച്ചതെന്നറിയില്ല. ഈരടി ചൊല്ലിത്തരാം. കൺപേലി നനയാതെ പുഞ്ചിരി മായാതെ കണ്ണുനീർ ചൊരിയണം ഒരു പെണ്ണായി മണ്ണിൽ പിറന്നാൽ മണ്ണാകുവോളം കണ്ണുനീർ ചൊരിയണം. കൺപീലി നനയാതെ പുഞ്ചിരി മായാതെ കണ്ണുനീർ ചൊരിയണം ഒരു പെണ്ണായി മണ്ണിൽ പിറന്നാൽ മണ്ണാകുവോളം കണ്ണുനീർ ചൊരിയണം. അതായത് ആശയം പിടികിട്ടിയോ? കരയിപ്പിക്കാതിരിക്കാനായിട്ട് സാധിക്കില്ലെന്ന് മാത്രമല്ല, കരയുമ്പോൾ ഏതുപോലെ കരയണം എന്ന് വെച്ചാൽ കൺപീലി നനയാതെ പുഞ്ചിരി മായാതെ കണ്ണുനീർ ചൊരിയണം. ഇതാണ് ഇപ്പോൾ ആ കവി കണ്ടുപിടിച്ച് എഴുതി കൊടുത്തൊരു സന്ദേശം. അപ്പൊ എന്തായാലും ഇത്ര പവിത്രമായിരിക്കുന്ന ഒരു സ്ഥാനത്ത് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല, നോക്കൂ, മറ്റുള്ള പല കൺട്രീസിലും പോയി കഴിഞ്ഞാൽ മുഖത്തെ പോലും പ്രദർശിപ്പിക്കാൻ സാധിക്കാത്ത വസ്ത്രധാരണമാണ് മറ്റുള്ള പല കൺട്രീസിലും. പക്ഷെ ഭാരതത്തിൽ ആ സ്വാതന്ത്ര്യം കുറച്ച് കൂടിപ്പോയോ എന്നാണ് സംശയം. എത്രത്തോളം ഇത് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുന്നു വെച്ചാൽ അതിൻ്റെ അപ്പുറത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളൊരു ഒരു ദയനീയമായൊരു സത്യം നമുക്ക് അനുസ്മരിക്കേണ്ടി വരും. എന്തായാലും കലി ഈ സ്ത്രീകൾക്ക് പവിത്രമായൊരു സ്ഥാനത്തെ കൊടുത്ത പോലെ തന്നെ രണ്ടാമത് കലി ഉദ്ദേശിച്ചത് സ്ത്രീ ഒരു അമ്മ എന്ന് പറഞ്ഞാൽ ആ അമ്മമാരെ പ്രസവിച്ച് വളരുന്ന കുട്ടികളിൽ കൂടി നല്ല സംസ്കാരത്തെ കൂടി ഊട്ടി വളർത്തി കൊടുത്താൽ മാത്രമേ ഈ ലോകത്തിന് പോലും നിലനിൽപ്പുള്ളൂ എന്നും അതുകൊണ്ട് സ്ത്രീകൾ ഒരിക്കലും അബദ്ധസഞ്ചാരികളായിട്ട് ജീവിക്കാൻ പാടില്ലെന്നും അങ്ങനെയുള്ളവരുമായിട്ടുള്ള കൂട്ടുകെട്ടിനെ ഉണ്ടാക്കിയെടുത്താൽ അവരെയും ഞാൻ പിടികൂടിക്കൊള്ളാം എന്നൊക്കെയാണ് ഈ 4 ആവശ്യങ്ങളിൽ കൂടി കലി ഇവിടെ സാധിച്ചെടുത്തതും. ഇതൊക്കെ കിട്ടിയിട്ട് നോക്കൂ, കലിയെ സംബന്ധിച്ച് തൃപ്തി വന്നില്ല. കാരണം അദ്ദേഹത്തിനറിയാം, ഇന്ന് ഒരുവിധം നല്ല സംസ്കാരത്തിലൊക്കെ ജനിച്ച് വളരാൻ സാധിക്കുന്ന ഒരാൾക്ക് ഈ 4 സ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെടാതെ ജീവിക്കാമെന്ന് അദ്ദേഹത്തിനറിയാം. അതുകൊണ്ട് കലിയെ സംബന്ധിച്ച് ഈ ലോകത്തിലുള്ള എല്ലാവരെയും തൻ്റെ വരുതിയിൽ പെടുത്തണം എന്ന മോഹത്തോടുകൂടി വീണ്ടും അദ്ദേഹം തല ചൊറിഞ്ഞുകൊണ്ട് ചോദിച്ചു, രാജാവേ, എനിക്കൊരു സ്ഥാനം കൂടെ തരൂ പറഞ്ഞു. ചോദിച്ചു, നിനക്ക് നിന്റെ ആവശ്യപ്രകാരം 4 സ്ഥാനങ്ങൾ തന്നില്ലേ, ഇനി എന്താണ് നിനക്ക് വേണ്ടേ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഹിരണ്യം എന്നൊരു സ്ഥാനം. എന്ന് വെച്ചാൽ തെറ്റിദ്ധരിക്കരുത്, ഹിരണ്യം എന്ന് പറയുമ്പോൾ സ്വർണത്തിനെയല്ല സത്യത്തിൽ ഇവിടെ ഉദ്ദേശിച്ചത്. ഇപ്പം നേരത്തെ പറയുന്ന 4 സ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെടാതെ ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കുമെങ്കിലും സമ്പത്തിനോടുള്ള ആഗ്രഹങ്ങൾ ആർത്തിയില്ലാത്തവർ ലോകത്തിൽ കുറയും. മറ്റുള്ള ഒരു ദുശ്ശീലങ്ങളില്ലെങ്കിൽ പോലും ഈ സമ്പത്തിനോടുള്ള അത്യാർത്തി കൊണ്ട് എന്തൊക്കെ കറപ്ഷൻസും എന്തൊക്കെ വേണ്ടാത്ത കാര്യങ്ങളും ചെയ്യാൻ പലരും തയ്യാറാകുന്നു. അതിൽ കൂടി ഞാൻ അവരെ പിടികൂടിക്കൊള്ളാം എന്നൊക്കെയാണ് സത്യത്തിൽ ഇവിടെ കലി ഉദ്ദേശിച്ചതും. ഇങ്ങനെ കലിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം രാജാവ് 4 സ്ഥാനങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം പുനശ്ച യാജമാനായ ജാതരൂപമതാൽ പ്രഭു തതോ നൃതം മതം കാമം രജോ വഞ്ച പഞ്ചമം അമൂനി പഞ്ചസ്ഥാനാനീഹ ധർമ്മ പ്രവകലി ഔത്തരേണ ദത്താനി ന്യവസത്തൻ നിദേശകൃത് പറഞ്ഞ് ആ 5 സ്ഥാനങ്ങൾ കൊടുത്ത കഥകളും പിന്നെ ഭാഗവതം പറയുന്നു. അതുകൊണ്ട് ഉത്കർഷം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളും ഈ 5 സ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കരുത് എന്നൊക്കെ പറഞ്ഞൊരു സന്ദേശത്തോടു കൂടിയിട്ടാണ് ഇതാ ആ 15-ാമത്തെ അധ്യായം നമ്മളിവിടെ സമർപ്പിക്കുന്നതും 17-ാമത്തെ അധ്യായം നമ്മളിവിടെ സമർപ്പിക്കുന്നത്. അതിനുശേഷം 18-ാമത്തെ അധ്യായത്തിൽ വർണ്ണിക്കുന്നത് യോ വൈ ദ്രൗണ്യസ്ത്ര വിപ്ലുഷ്ടോ നമാതുരതേ മൃത അനുഗ്രഹാൽ ഭഗവത കൃഷ്ണസ്യ അത്ഭുതകർമ്മണ ബ്രഹ്മഗോപോത്തിദാദ്വസ്തു തക്ഷകാൽ പ്രാണവിപ്ലവാൽ സസമ്മുമോഹുരുഭയാൽ ഭഗവത്യർപ്പിതാശയ പറഞ്ഞ് ആ ഭഗവാന്റെ കാരുണ്യത്താലേ അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തിൻ്റെ തേജസ്സിൽ നിന്നും രക്ഷപ്പെട്ട പരീക്ഷിത് മഹാരാജാവിന് തക്ഷകന്റെ കടിയേറ്റ് മരിക്കും എന്ന ശാപം കിട്ടിയ കഥകളാണ് 18-ാമത്തെ അധ്യായത്തിൽ നമുക്കിനി കാണാൻ സാധിക്കുക. അപ്പൊ ഇവിടെ ഉപവർണിതമേതദ്വ പുണ്യം പാരീക്ഷിതം മയാ വാസുദേവ കഥോപേതമാഖ്യാനം യത പൃച്ഛത ഉപവർണിതമേതത്വം പുണ്യം പാരീക്ഷിതം മയാ വാസുദേവ കഥോപേതമാഖ്യാനം യത പൃച്ഛത.
ആ കഥകൾ കേൾക്കാനുള്ള ശൗനകാദികളുടെ ആവശ്യപ്രകാരം സൂതപൗരാണികൻ അദ്ദേഹത്തിൻ്റെ ഈ പരീക്ഷിത്ത് മഹാരാജാവ് ഒരിക്കൽ നായാട്ടിനായിട്ട് പുറപ്പെട്ട കഥകളും, ഈ നായാട്ടിനായി പോയ സന്ദർഭത്തിൽ നായാട്ടൊക്കെ കഴിഞ്ഞ് പരീക്ഷിത്ത് മഹാരാജാവ് ക്ഷീണിച്ച് ദാഹപരവശനായിക്കൊണ്ട് തിരിച്ചു പോരുന്ന സന്ദർഭത്തിൽ ശമീക മഹർഷിയുടെ ആശ്രമപ്രദേശത്ത് ചെന്ന് ഇദ്ദേഹത്തോട് കുറച്ച് ദാഹജലത്തെ ചോദിച്ച കഥകളും. പക്ഷേ ഈ മഹർഷിയെ സംബന്ധിച്ച് ധ്യാനനിഷ്ഠനായിരിക്കുന്ന ഈ മഹർഷിക്ക് പരീക്ഷിത്ത് മഹാരാജാവ് തൻ്റെ ആശ്രമത്തെ സമീപത്ത് വന്നതോ തന്നോട് ദാഹജലം ചോദിച്ച കഥകളൊന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കാതെ വീണ്ടും വീണ്ടും ദാഹജലത്തിന് വേണ്ടി അഭ്യർത്ഥിച്ച ഈ പരീക്ഷിത്ത് മഹാരാജാവ് തൻ്റെ ഈ ചോദ്യം കേട്ട് യാതൊരു പ്രതികരണവുമില്ലാതിരിക്കുന്ന ഈ മഹർഷിയുടെ ഭാവം കണ്ടുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു പാപകർമ്മത്തെ ചെയ്തതും, അതായത് നേരെ ഈ രാജാവ് കുതിരപ്പുറത്തു നിന്ന് താഴെ ഇറങ്ങിക്കൊണ്ട് ആ വനത്തിൽ കണ്ട ഒരു ചത്ത പാമ്പിൻ്റെ ജഡശരീരത്തെ എടുത്തുകൊണ്ട് ആ മഹർഷിയുടെ കഴുത്തിലിട്ടുകൊണ്ട് തിരിച്ചു പോകുന്ന കഥകളും. ഈ കഥ പറയുമ്പോൾ പല മഹാത്മാക്കളും മഹാഭാഗവതനായിരിക്കുന്ന ഈ പരീക്ഷത്തിനെ സംബന്ധിച്ച് സ്വന്തം മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ വെച്ച് പോലും ഭഗവാനെ ദർശിക്കാൻ സാധിച്ച ഈ മഹാരാജാവിന് എങ്ങനെയാണ് ഇങ്ങനൊരു പാതകം ചെയ്യാൻ സാധിച്ചത് എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പം ഇവിടെ ഒരുപാട് മറുപടികൾ മഹാഭാഗവതന്മാർ ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. ഒന്നാമതായി, വിശപ്പും ദാഹവും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യും എന്നൊരാൾക്കും പറയാൻ സാധിക്കില്ല. കുഞ്ചൻ നമ്പ്യാർ സരസമായിട്ട് പണ്ട് പറയാറുണ്ട്, നായർ വിശന്നു വലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞിക്കരിയിട്ടില്ല, കെട്ടിയ പെണ്ണിനെ വടി കൂടാതെ കെട്ടിയ വടി കൊണ്ടൊന്നു കൊടുത്തു, അതുകൊണ്ട് അരിശം തീരാഞ്ഞിട്ടവൻ പുരയുടെ ചുറ്റും വണ്ടി നടന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു മനുഷ്യനെ ഏറ്റവും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു വികാരമാണ് വിശപ്പെന്നും. ആ വിശപ്പും ദാഹവും അനുഭവപ്പെടുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല ഒരു തത്വം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇദ്ദേഹത്തിന് ഈ ദുഷ്കർമ്മം ചെയ്യാൻ തോന്നിയത് എന്ന് പറയാം. ഇനി രണ്ടാമത് ചില മഹാത്മാക്കൾ പറയാറുള്ളത്, പരീക്ഷത്തിനെ സംബന്ധിച്ച് ഈ അസൂയ എന്നൊരു വികാരം ഓരോ വ്യക്തിയിലും കിടക്കുന്നുണ്ട്. അസൂയ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടതായ ചില ഗുണങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ അത് മറ്റൊരു വ്യക്തിയിൽ കാണുന്നതാണ് അസൂയയ്ക്ക് കാരണമായിത്തീരുന്ന വികാരം. ഒരു ഗായകനെ സംബന്ധിച്ച് നമ്മളെക്കാൾ നന്നായി പാടുന്ന മറ്റൊരാളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസൂയ. ഈ രാജാവിനെ സംബന്ധിച്ച് ഈ അസൂയ വരാൻ കാരണം, ഇന്ന് ഈ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഓരോ ജീവനും ശാശ്വതമായ വിശ്രമ അവസ്ഥയിൽ നിന്നും വന്ന പരിണാമമാണ് സത്യത്തിൽ ജീവിതം. ആ ജീവനെ സംബന്ധിച്ച് ഉപാധിയായ ഒരു ശരീരത്തെ കിട്ടിക്കൊണ്ട് ആ ശരീരത്തെ, ഈ പ്രാരബ്ധമാകുന്ന ഈ ശരീരത്തെ എത്രയും വേഗം ഉപേക്ഷിച്ചുകൊണ്ട് ശാശ്വതമായ വിശ്രമാവസ്ഥയിൽ വന്ന് ചേരുക എന്നതാണ് ഓരോ ജീവന്റെ ലക്ഷ്യമെന്നും, അപ്പോൾ ഓരോ ജീവനും ഈ ശരീരത്തിൽ വെച്ച് കാക്ഷിക്കുന്നതും ശാശ്വതമായ ഒരു ആനന്ദത്തെയാണെന്നും, ഈ ആനന്ദത്തെയാണ് ഈ ശ്രീ ശിവബ്രഹ്മർഷിയും ശമീക മഹർഷി ആശ്രമത്തിൽ ഇരുന്നു കൊണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമുക്കൊക്കെ അറിയാം, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകളാണ് നമ്മുടെ സാധാരണക്കാരുടെ ജീവിതത്തിലുള്ളത്. പക്ഷെ ഈ മഹർഷിയെ സംബന്ധിച്ച് ജാഗ്രത്തിനും സ്വപ്നത്തിനും സുഷുപ്തിക്കും അപ്പുറത്തുള്ള തുരീയ അവസ്ഥയിലാണ് ഇദ്ദേഹം ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ശരീരത്തിൽ വെച്ച് തന്നെ ആ പരമമായിരിക്കുന്ന ആനന്ദത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹർഷിയുടെ ഈ ഒരു രംഗം കണ്ടുകൊണ്ടാണ് അത്ര അദ്ദേഹത്തിൻ്റെ ആ രാജാവിൻ്റെ ഉള്ളിലുണ്ടായ അസൂയ കൊണ്ടിതാ അദ്ദേഹത്തിന് ഇങ്ങനൊരു ദുഷ്കർമ്മം ചെയ്യാനായിട്ട് തോന്നിപ്പിച്ചു എന്നൊക്കെ പറയാറുണ്ട് സജ്ജനങ്ങൾ. ഏതായാലും ചെയ്യാൻ പാടില്ലാത്തതായിരിക്കുന്ന ദുഷ്കർമ്മത്തേതാ രാജാവ് അവിടെ ചെയ്ത കഥകളും, പിന്നീട് ഈ മഹർഷി പുത്രനായിരിക്കുന്ന ശൃംഗി തൻ്റെ പിതാവിൻ്റെ കഴുത്തിലൊരു ചത്തപാമ്പിനെ ഇട്ട് അപമാനിച്ച വൃത്താന്തത്തെ അറിഞ്ഞുകൊണ്ട് അവിടെ വെച്ച് വജ്രം പോലെ കഠിനമായിട്ടുള്ള വാക്കുകളെ കൊണ്ട് മഹർഷിയെ ശപിച്ച കഥകളൊക്കെ വർണ്ണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ തൻ്റെ പിതാവിൻ്റെ കഴുത്തിൽ ചത്തപാമ്പിനെ ഇട്ട് അപമാനിച്ച ഈ രാജാവിൻ്റെ ദുഷ്കർമ്മത്തെ കണ്ടുകൊണ്ട് പറയുന്നുണ്ട്, അഹോ അധർമ്മപാലാനാം പീവ്നാം ബലിഭുജാമിവാം സാമുന്യഘം യദ്വാസാനാം ദ്വാരപാനാം ശുനാമിവ. കാക്കകളെപ്പോലെയും കാവൽ നായ്ക്കളെ പോലെയും പോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ക്ഷത്രിയന്മാരായിരിക്കുന്ന രാജാക്കന്മാർ ചെയ്ത അധർമ്മത്തിന് ഞാൻ തക്കതായിട്ട് ശിക്ഷ കൊടുക്കുന്നുണ്ടെന്നും, മാത്രമല്ല ഒരു ക്ഷത്രിയനെ സംബന്ധിച്ച്
ബ്രാഹ്മണനാലെ പട്ടിയെപ്പോലെ വീട് കാക്കാൻ നിശ്ചയിച്ചിരിക്കുന്നതാണ് ക്ഷത്രിയനെന്നും അങ്ങനെയുള്ള കാവൽക്കാരൻ തന്നെ നേരെ അകത്ത് ചെന്ന് അകത്ത് വെച്ച വിഭവങ്ങൾ കട്ടുകൊണ്ടുപോകുന്ന പോലെയാണ് ഈ രാജാവ് ചെയ്ത അധർമ്മമെന്നും അതുകൊണ്ട് ഈ രാജാവ് ചെയ്ത ദുഷ്കർമ്മത്തിന്റെ ഫലമായിട്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ ശാപത്തെ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഇതിലംഘിതമര്യാദം തക്ഷപസപ്തമേഹനി ഇതിലംഘിതമര്യാദാം തക്ഷകസപ്തമേഹനി ദംക്ഷതിസ്മകുലാങ്കാരം ചോദിതോ മേ തദ്രുഹം ഇതി ലംഘിതമര്യാദം തക്ഷകസപ്തമേഹനി ദംക്ഷതിസ്മകുലാങ്കാരം ചോദിതോ മേ തദ്രുഹം. അതായത് എൻ്റെ ഈ പിതാവിനെ അപമാനിച്ചവൻ ആരാണെങ്കിലും ഇന്നേക്ക് 7ാമത്തെ ദിവസം തക്ഷകന്റെ കടിയേറ്റ് മരിക്കട്ടെ എന്ന് പറയുന്ന ഒരു ഉഗ്രമായ ശാപത്തെ അവിടെ വെച്ച് കൊടുത്തു. ഈ തക്ഷകന്റെ ദംശനത്തിന്റെ ഒരു പ്രത്യേകത, സാധാരണ സർപ്പങ്ങൾ ദംശിച്ചു കഴിഞ്ഞാൽ ശരീരമെങ്കിലും ബാക്കി ഉണ്ടാകുമെന്നിരിക്കെ തക്ഷകനെ പോലെയുള്ള സർപ്പങ്ങൾ ദംശിച്ചു കഴിഞ്ഞാൽ ശരീരം പോലും ബാക്കി ഉണ്ടാകില്ല എന്നുള്ളതാണ് അവസ്ഥ. അതുകൊണ്ട് അങ്ങനെയുള്ള ഘോരമായ ശാപത്തെ അവിടെ വെച്ച് ഉച്ചരിച്ച കഥകളും ഇതൊക്കെ കേട്ടുകൊണ്ട് ശമീക മഹർഷി ധ്യാനത്തിൽ നിന്ന് ഉണർന്നുകൊണ്ട് പറയുന്നുണ്ട്, നോക്കൂ ഉണ്ണി, പരീക്ഷത്തിനെ പോലെയുള്ള മഹാത്മാക്കള് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്താലും നമ്മൾ ഒരിക്കലും അവരെ ഇത്തരത്തിൽ ശപിക്കാൻ പാടില്ലായിരുന്നു. അതാണ് ഇവിടെ പറയുന്ന ശമീക മഹർഷിയുടെ പ്രധാനമായൊരു ഉപദേശം. എപ്പോഴും സാധാരണക്കാരായിരിക്കുന്ന നമ്മൾ ഒരിക്കലും മഹാത്മാക്കളെ നമ്മുടെ തലത്തിൽ പരിഗണിക്കാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. അതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് സജ്ജനങ്ങൾ ചെയ്യുന്ന പല അപരാധങ്ങളും പിന്നീടത് ശ്രേയസ്സിനായിട്ട് മാറും എന്നൊരു ഗുണം കൂടി ഉള്ളതുകൊണ്ട് പരീക്ഷത്തിനെ പോലെയുള്ളൊരു മഹാരാജാവ് നിസ്സാരമായൊരു തെറ്റ് ചെയ്തതുകൊണ്ട് ഉണ്ണി ഒരിക്കലും അങ്ങ് ആ രാജാവിനെ ശപിക്കാൻ പാടില്ലായിരുന്നു എന്നും മാത്രമല്ല, ഈ രാജാവ് ഇത്തരത്തിലെ ശാപത്തെ അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം ഡയറക്റ്റായിട്ടല്ലെങ്കിൽ നേരിട്ടല്ലെങ്കിലും നമുക്ക് പിന്നീട് അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ ഉണ്ണിയെ ഉപദേശിച്ചുവെങ്കിലും രാജാവിന് സത്യത്തിൽ ഈ ശാപത്തെ പിന്നീട് അനുഭവിക്കേണ്ടി വന്നു. മാത്രമല്ല പരീക്ഷിത്ത് മഹാരാജാവ് തിരിച്ചു തൻ്റെ കൊട്ടാരത്തിൽ ചെന്നുകൊണ്ട് ചിന്തിച്ചു, ഭഗവാനെ, എങ്ങനെയാണ് തനിക്ക് ഈ ഒരു മഹർഷിയുടെ കഴുത്തിൽ ചത്തമാമ്പിനെ ഇട്ടുകൊണ്ട് ഇത്തരത്തിൽ അപമാനിക്കാനായിട്ട് തോന്നിയെന്നും അദ്ദേഹം ചിന്തിച്ചു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു ദുഷ്കർമ്മത്തെയല്ലേ താൻ ചെയ്തത്. അതുകൊണ്ട് ഭഗവാനെ, ഈ ചെയ്ത തെറ്റിന് എന്തൊക്കെ ശിക്ഷയാണെങ്കിലും അത് 2 കൈയും നീട്ടി സ്വീകരിക്കാൻ വേണ്ടി പരീക്ഷിത്ത് മഹാരാജാവ് തയ്യാറായി എന്നൊരു സത്യത്തെ കൂടെ അവിടെ പറഞ്ഞു. കാരണം ഇന്ന് ലോകത്തിൽ തെറ്റുകൾ ചെയ്യാത്തവരായിട്ട് ലോകത്തിൽ ആരുമില്ലെങ്കിലും ചെയ്ത തെറ്റിനെ തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പറ്റുന്ന പ്രായശ്ചിത്തത്തെ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ശരി. പക്ഷേ പലപ്പോഴും ഈ ചെന്നായ ന്യായം പറഞ്ഞ് പണ്ടുള്ളവർ പറയും. പണ്ട് ഒരു ആട്ടിൻകുട്ടി നദിയിൽ വെള്ളം കുടിക്കാനായിട്ട് വന്ന സന്ദർഭത്തിൽ ഈ ചെന്നായക്ക് ഇതിനെ പിടിക്കാനായിട്ടൊരു താല്പര്യമുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ചെന്നായിക്ക് ആടിനെ പിടിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് ചോദിച്ചു, നീയല്ലേ ഇത്ര നല്ല വെള്ളത്തെ കലക്കിക്കളഞ്ഞത് ചോദിച്ചു. അപ്പോൾ ആട് പറഞ്ഞു, ഞാനല്ല ഈ വെള്ളം കലക്കിയത്. അപ്പോൾ വീണ്ടും ചെന്നായ പറഞ്ഞു, നീ അല്ലെങ്കിൽ നിന്റെ അച്ഛനായിരിക്കും പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എൻ്റെ അച്ഛൻ ഈ നാട്ടിലേ വന്നിട്ടില്ലേ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ എൻ്റെ അച്ഛനല്ലെങ്കിൽ നിന്റെ അച്ഛൻ്റെ അച്ഛന്മാരോ ഏതെങ്കിലും പരമ്പരയെ കാണുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചെന്ന ആടിനെ പിടിച്ച പോലെ നമുക്കൊക്കെ തെറ്റുകൾ ചെയ്താൽ പോലും അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും അതിനെ ന്യായീകരിച്ചുകൊണ്ട് അത് ശരിയാക്കുന്ന ആ സിദ്ധാന്തത്തെ വിട്ടുകൊണ്ട് ചെയ്ത തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറ്റുന്ന പ്രായശ്ചിത്തത്തെ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ശരി. അതുകൊണ്ട് പരീക്ഷത്തിൽ തോന്നി, ഭഗവാനെ, ഞാൻ ഈ ചെയ്ത തെറ്റിന് എന്ത് ശിക്ഷയാണെങ്കിലും അത് 2 കൈയും നീട്ടി താൻ സ്വീകരിക്കാൻ തയ്യാറാണെന്നുള്ള ആ പശ്ചാത്താപബോധത്തെ അദ്ദേഹത്തിനുണ്ടായതും ഭഗവാൻ ആ പ്രാർത്ഥന വേണ്ട പോലെ കേട്ടു എന്നും അദ്ദേഹത്തിൻ്റെ കാതിലെത്തി തനിക്കിനി 7 ദിവസത്തെ ആയുസ്സുള്ളൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷേ പരീക്ഷത്തിനെ സംബന്ധിച്ച് ഇന്നേക്ക് 7ാമത്തെ ദിവസം തക്ഷകന്റെ കടിയേറ്റ് മരിക്കുമെന്ന ശാപത്തെ കിട്ടിയിട്ട് പോലും സത്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു ദുഃഖവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനുണ്ടായ സന്തോഷം ചെയ്ത തെറ്റിന് കയ്യോടെ നമുക്ക് ശിക്ഷകൾ കിട്ടാൻ സാധിക്കുന്നത് ഭഗവാൻ നമ്മളോട് ചെയ്യുന്ന ഒരു കാരുണ്യമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. എന്ന് വെച്ചാൽ പണ്ട് ഒരു കുറ്റവാളിയെ തൂക്കിലേറ്റാൻ വേണ്ടി കൊണ്ടുവന്ന സന്ദർഭത്തിൽ ഇദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഇന്ന് ഗതികേട് വരാൻ കാരണം എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞൊരു കഥ കേട്ടിട്ടുണ്ടാവും. കുട്ടിക്കാലത്ത് ചെറിയ ചെറിയ തെറ്റുകൾ നമ്മൾ ചെയ്യുന്ന സന്ദർഭത്തിൽ അതിനെ തിരുത്താൻ ശ്രമിക്കാതെ
ആ തെറ്റിലേക്ക് നമ്മൾ പ്രചോദനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ പിന്നീട് വലിയ വലിയ തെറ്റിൽ ചെന്നപ്പെടും. അതുകൊണ്ട് നോക്കൂ, ഓരോ അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് കയ്യോടെ ശിക്ഷ കിട്ടുന്നത് ഭഗവാൻ കൊടുക്കുന്ന ഒരു കാരുണ്യമായിട്ട് കണക്കാക്കൂ. ഇല്ലെങ്കിൽ ഒന്നും കൂടെ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, ഇതിപ്പോൾ ബസ് ഫെയറൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട്. ഒരു ദിവസം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കണ്ടക്ടർ നമ്മുടെ സമീപത്ത് വന്നില്ല വിചാരിക്കുക, അന്ന് പൈസ കൊടുക്കാതെ നമുക്ക് അവിടുന്ന് യാത്ര ചെയ്യാൻ സാധിച്ചു വിചാരിക്കുക. പിന്നെ എന്തുണ്ടാകുന്നറിയോ, പിറ്റേ ദിവസം വീണ്ടും ഇതേപോലെ ചെയ്യാനുള്ള ടെൻഡൻസി ഇത് നമ്മുടെ ഉള്ളിൽ അറിയാതെ വരും. അതേ സ്ഥാനത്ത് ഒരു ദിവസം നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പൈസ ടിക്കറ്റ് എടുക്കാൻ സാധിച്ചില്ല, അത് കയ്യോടെ കണ്ടക്ടറോ കണ്ടുപിടിച്ചു, അതിന് വേണ്ട ശിക്ഷ പണിഷ്മെൻറ്റ് കിട്ടിയെങ്കിൽ പിന്നെ ഒരിക്കലും നമ്മൾ ആ തെറ്റിലേക്ക് വഴുതി പോകില്ല എന്നുള്ളതാണ് വലിയൊരു സത്യം. അതുകൊണ്ട് ഈശ്വരൻ ഒരു ഭക്തന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഈ ശിക്ഷ എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. മാത്രമല്ല അദ്ദേഹത്തിനുണ്ടായ മറ്റൊരു സന്തോഷം, നോക്കൂ ഭഗവാനെ, ഇന്ന് ഈ ലോകത്തിൽ ആർക്കും പ്രവചിക്കാൻ പറ്റാത്തതാണ് ഡേറ്റ് ഓഫ് ഡെത്ത്. ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ആർക്കും തന്നെ മുന്നേ കൂട്ടി മരണ ദിവസത്തെക്കുറിച്ച് പ്രവചിക്കാൻ സാധിക്കുന്നില്ല. അത് ഈ ലോകത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു മഹാത്മാവാണ് പരീക്ഷിത് മഹാരാജാവ്. അതുകൊണ്ട് ഭഗവാനെ, എനിക്കിനി 7 ദിവസവും കൂടി ആയുസ്സുണ്ടല്ലോ എന്ന് മനസ്സിലാക്കാൻ സാധിച്ച പരീക്ഷിത് മഹാരാജാവിന് തോന്നി, ഇനി വേണ്ടത് ഈ കൊട്ടാര സദൃശമായിരിക്കുന്ന ഈ സുഖഭോഗങ്ങളൊക്കെ വിട്ടുകൊണ്ട് കൃഷ്ണാംഗ്രി സേവാമതിവധ്യമാന ഭഗവാന്റെ പാദസേവ ചെയ്യാണ് തൻ്റെ ജീവിതത്തിൽ ഇനി വേണ്ട ധർമ്മം എന്ന് മനസ്സിലാക്കി കൊടുത്ത സകലവിധ സുഖഭോഗങ്ങളും ത്യജിച്ചുകൊണ്ട് പരീക്ഷിത് മഹാരാജാവ് പിന്നീട് ഗംഗാതീരത്ത് ചെന്ന് പ്രായോപവേശം ചെയ്തു. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ ഡേറ്റ് ഓഫ് ബർത്ത് അറിയുന്നവരാണ് നമ്മൾ. അതേ സമയത്ത് ഡേറ്റ് ഓഫ് ഡെത്ത് അറിയുന്നില്ലെങ്കിലും നമുക്കൊക്കെ ഒരു കാര്യം അറിയാം, കാലം വന്നാൽ ഭരിക്കും, ദുരിതമനുഭവിക്കാം, ഭവിക്കാതിരിക്കാം, നീളാതിരിക്കാം മരണം, ചില സമയം ഇരുന്നോ നടന്നോ കിടന്നോ, ആലോചിക്കേണ്ട ആവർത്തന ജനിമരണ ക്ലേശ വിഭ്രാന്തി നീങ്ങാൻ ചേലിൽ ചിന്തിച്ചുറപ്പിക്കുക രഹസ്യമാകാന്തകാന്ത സ്വരൂപം. അതായത് ജനിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആകെ കൂടി നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു വസ്തുത പറഞ്ഞാൽ മരണം, അത് മാത്രമേ ഉള്ളൂ. അത് എന്നാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു ദയനീയമായ സത്യം മാത്രമേ നമുക്കറിയുള്ളൂ. പക്ഷെ എന്നെങ്കിലും ഒരിക്കൽ ഒരു നാളാ യാത്രികൻ വരും, വിളിക്കും ഞാൻ പോകും, വാതിൽ പൂട്ടാതെ യക്ഷണം. ഒരു നാളാ യാത്രികൻ വരും, വിളിക്കും ഞാൻ പോകും, വാതിൽ പൂട്ടാതെ യക്ഷണം. ഇതെന്നാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തവരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ഈ അപൂർവമായി കിട്ടുന്ന ജീവിതത്തെ, അതിൻ്റെ ലക്ഷ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. പക്ഷെ ഇന്ന് ഈ ആത്മീയമായ അറിവിനേക്കാൾ ഉപരിയായിക്കൊണ്ട് ഭൗതിക തലത്തിൽ ജീവിക്കാൻ വേണ്ട അറിവോ അല്ലെങ്കിൽ അതിന് വേണ്ടത് മാത്രമേ സത്യത്തിൽ നമ്മളൊക്കെ അന്വേഷിക്കുന്നുള്ളൂ. സത്യത്തിൽ ഈ നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യാവോ ന ശോഷയന്തി മാരുത എന്ന് പറയുന്ന ഒരിക്കലും നശിക്കാത്തതായിരിക്കുന്ന ഈ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവന്റെ ആ പോഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ ആത്മപോഷണത്തിന് വേണ്ട അറിവുകളൊക്കെ ഒരുപാട് യജ്ഞവേദികളിൽ കൂടി നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഇന്ന് ഭൂരിപക്ഷം പേരും ഇതിനെ ആശ്രയിക്കാതിരിക്കാൻ കാരണം ഈ മൃത്യു എന്നൊരു സങ്കല്പം, വെച്ചാൽ കാലം വന്നാൽ മരിക്കും എന്നൊരു ബോധം ഭൂരിപക്ഷം പേർക്കും ഇല്ല എന്നുള്ളതാണ് ശരിയായിട്ടൊരു സത്യം. പണ്ട് ഒരു വയസ്സായ ഒരു കാർന്നരുടെ കഥ പറയാറുണ്ട്. ഇദ്ദേഹം അനവധി സമ്പത്തുകളൊക്കെ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. പക്ഷെ ഇദ്ദേഹത്തിന് വാർദ്ധക്യകാലം വന്നിട്ട് പോലും ഈ സ്വത്തുക്കളൊന്നും പങ്കുവെച്ചു കൊടുക്കാൻ ഇദ്ദേഹം തയ്യാറാകാതെ വന്നു. അവസാനം കുട്ടികളൊക്കെ കൂടി നിർബന്ധിച്ചുകൊണ്ട് ഒരു വക്കീലിനെ കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന് ഭാഗപത്രങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചു. അതിൽ ഓരോ കുട്ടികൾക്കും വേണ്ടി ഓരോരോ ഭാഗങ്ങളൊക്കെ പ്രോപ്പർട്ടികളൊക്കെ പ്രത്യേകം തയ്യാറാക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ രജിസ്ട്രേഷൻ നടത്തുന്നതിന് മുമ്പേ ആയിട്ട് ഈ വക്കീൽ വന്നുകൊണ്ട് ഈ ഭാഗപത്രത്തേക്ക് ഇദ്ദേഹത്തിനായിട്ട് വായിച്ചു കൊടുത്തു. അപ്പോൾ അതിൽ ഓരോരോ ഭാഗങ്ങൾ ഓരോ കുട്ടികളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അവസാനം വക്കീൽ ചോദിച്ചു, ഇദ്ദേഹത്തോട് ചോദിച്ചു, ഇനി ഈ ആധാരത്തിൽ എന്തെങ്കിലും എഴുതി ചേർക്കാനുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹം. അപ്പോഴാണത്ര ഈ കാർന്നർ പറയുന്നുണ്ട്, അതേ വക്കീലെ, അങ്ങൊരു കാര്യം കൂടി ചെയ്യൂ, ഈ സ്വത്തുക്കളൊക്കെ കുട്ടികളുടെ കാലശേഷം എന്നിൽ തന്നെ വന്ന് ചേരുന്നതാണ് എന്നും കൂടി എഴുതി വെക്കാൻ പറഞ്ഞു. അത്രേ, ചിന്തിക്കൂ. അപ്പൊ നോക്കൂ, ആർക്കിൻ്റെ ഈ ബോധം. ഭാഗവത മാഹാത്മ്യത്തിൽ പറയുന്നു, യൽ പ്രാത സംസ്കൃതം ച അന്നം സായം തച്ച വിനശ്യതി തദീയ രസസമ്പുഷ്ടേ കായേ കാമാന്ന് നിത്യത. അതായത് ഈ ശരീരത്തെക്കുറിച്ചുള്ള സങ്കല്പം ഭാഗവതം പറയുന്നത്, പ്രഭാതത്തിൽ വെച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ലെങ്കിൽ അത് വൈകുന്നേരം ആകുമ്പോഴേക്കും വെളിച്ച് പുളിച്ച് നാശമായി പോകുന്നു നമുക്കൊക്കെ അറിയാം.
അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചുകൊണ്ട് പുഷ്ടിപ്പെടുത്തുന്ന ഈ ശരീരത്തിന് എന്ത് നിത്യതയാണുള്ളതെന്ന് ചിന്തിക്കൂ. എന്നിട്ടും ഞാനെന്ന് പറഞ്ഞാൽ ശരീരമാണെന്നും ഈ ശരീരം ശാശ്വതമാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ആത്മപോഷണത്തിന് വേണ്ട സന്ദർഭങ്ങൾ വരുമ്പോൾ പോലും അതിനെ സ്വീകരിക്കാതെ ജീവിക്കുന്നവരാണ് ഈ ലോകത്തിൽ. പക്ഷേ ഈശ്വരകാരുണ്യം കൊണ്ടും ഇന്ന് ഇത്തരത്തിലുള്ള സത്സംഗലബ്ധികൾ, പ്രത്യേകിച്ചും ഭാഗവതത്തെ ജ്ഞാനയജ്ഞത്തിൻ്റെ രൂപത്തിൽ അവതരിപ്പിക്കാൻ കാലഘട്ടം മുതൽക്കൊക്കെ ഒരുപാട് ശ്രോതാക്കൾ ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ടെന്നും അതിൽ കൂടിയൊക്കെ ഒരു പരിധിവരെ ആ പ്രബുദ്ധതയെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നൊരു നല്ലൊരു സത്യത്തെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. അത് മാധ്യമങ്ങളിൽ കൂടിയാണെങ്കിലും സത്സംഗവേദിയിൽ കൂടിയാണെങ്കിലും ഒരുപാട് നമ്മളെ പിടിച്ച് ഉയർത്താൻ വേണ്ട മാർഗങ്ങൾ, അതും കലിയുഗത്തിൻ്റെ ഒരു മഹത്വം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിന്ന് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ കലിയുഗത്തെ സംബന്ധിച്ച് ഇന്ന് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പരമായ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ നടപ്പും തിടുക്കത്തിലായാൽ ഓരോ കിതപ്പും കുതിപ്പിൻ്റെ താളം ആരോ കരം ചേർത്തു കാലം കടക്കാൻ ഏറെ തുണയ്ക്കുന്നു ചിത്രം വിചിത്രം. നമ്മളൊരു പാദത്തെ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളോട് 10 അടി നമ്മളോട് എടുക്കുന്നു. ഇല്ലെങ്കിൽ വേറൊരു ഉദാഹരണം പറയാം. ഇന്ന് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്തെ പോലെ കോണിപ്പടിയൊന്നും നമുക്ക് ചവിട്ടി കയറേണ്ടി വരുന്നില്ല. പകരം എസ്കലേറ്റർ പറഞ്ഞൊരു സംവിധാനം അറിയില്ലേ, എയർപോർട്ടിലൊക്കെ പോയി കാണാം. അപ്പം ഇതിൽ ആദ്യത്തെ ഒരു പടിയിൽ നമ്മൾ പാദം വെച്ച് കഴിഞ്ഞാൽ ഈ കോണി നമ്മളെ സ്വയമായി പിടിച്ചുയർത്തുന്ന പോലെ ഇന്ന് ജീവിതത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട്, ആത്മസാക്ഷാത്കാരമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ തലത്തിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭഗവാൻ ഇതേപോലെ നമ്മളെ പിടിച്ച് കൈപ്പിടിച്ചുയർത്തുന്നു. ഇല്ലെങ്കിൽ ഈ തിരക്കുള്ള കാലത്ത് ശബരിമലയിൽ പോയാലറിയാം, കുട്ടികൾക്കൊക്കെ ഈ 18-ാം പടിയുടെ പടിയിൽ ആദ്യത്തെ പടിയിൽ കാല് വയ്ക്കുമ്പോഴേക്കും ഈ പോലീസുകാർ പിടിച്ച് എത്ര പെട്ടെന്ന് ഇവരെ മുകളിലെത്തിക്കുക. ഇതേപോലെയാണ് കലിയുഗത്തിൻ്റെ ഒരു മഹത്വം. അതുകൊണ്ടാണ് യദ്ഫലം നാസ്തി തപസാ യോഗേന സ്വാധീന, കലിയുഗത്തിൽ ജനിക്കാൻ സാധിച്ച നമ്മളൊക്കെ മഹാഭാഗ്യവാന്മാരാണെന്ന് പറയാൻ കാരണം. മാത്രമല്ല ഈ കഥയിൽ വേറൊന്നുകൂടെ പരീക്ഷിത്ത് മഹാരാജാവിന് മനസ്സിലാക്കാൻ സാധിച്ചത്, കലിയെ സംബന്ധിച്ച് ഭീരുക്കളിൽ ധീരനും ധീരന്മാരിൽ ഭീരുവുമാണത്രേ കലി. മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇന്ന് കലികാല വൈഭവം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പിന്നാലെ കലി അത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഭാഗവതം പറയുന്നു ഒരു ഭീരുവിനെ മാത്രമേ കലിക്ക് തോൽപ്പിക്കാൻ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കൂ. ഈ ഭീരു എന്ന വാക്കിന്റെ നിർവചനം തന്നെ അറിവില്ലാത്തവൻ ആരാണോ അവരാണ് സത്യത്തിൽ ഭീരു. മനസ്സിലാക്കുന്നുണ്ടോ? വെച്ചാൽ ജ്ഞാനമില്ലാത്തവരെ സംബന്ധിച്ച് ഇപ്പൊ ശാസ്ത്രങ്ങൾ പറയുന്നു വിവേകമില്ലാത്തൊരു മനുഷ്യൻ ശാസ്ത്രത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു. ശാസ്ത്രത്തിന്റെ മുന്നിൽ വിവേകമില്ലാത്തൊരു മനുഷ്യൻ ഭീരുവാണെന്ന് മനസ്സിലാക്കുക. ഇതേപോലെ ജ്ഞാനത്തെക്കുറിച്ച് വിഷയങ്ങളോട് മാത്രം അനുരാഗമുള്ള ഒരു വ്യക്തി ജ്ഞാനത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു. ഇതേപോലെ ആത്മവിദ്യ അറിയാത്തൊരു മനുഷ്യൻ സ്വന്തം ശരീരത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു. ഇതേപോലെ ശാന്തിയില്ലാത്തൊരു മനുഷ്യൻ മനസ്സിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു. ഇങ്ങനെയുള്ള ഭീരുക്കളെ മാത്രമേ കലിക്ക് തോൽപ്പിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ധീരന്മാരിൽ ഭീരുവും ഭീരുക്കളിൽ ധീരനുമായിരിക്കുന്ന കലിയെ അറിവുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചൊരിക്കലും ഭയപ്പെടേണ്ടതില്ല എന്നും ഭാഗവതം നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ അജ്ഞാനം കൊണ്ടാണത്ര സത്യത്തിൽ കലികാല വൈഭവം പറഞ്ഞ് നമ്മൾ ഓരോ സന്ദർഭത്തിലും പലതിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു മാർഗമാക്കിയിട്ട് കലിയെ മാറ്റുന്നു എന്നുള്ളതാണ് ദയനീയമായൊരു സത്യത്തിൽ. അപ്പം ഇങ്ങനെയുള്ള ആ മഹാരാജാവ് പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ ശാപം കിട്ടിയതിന് ശേഷം ഇന്നേക്ക് 7 ദിവസം കൂടി ബാക്കിയുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്നീട് പ്രായോപവേശത്തിനായിട്ട് തയ്യാറായി എന്നും ഇദ്ദേഹത്തിനുണ്ടായ മറ്റൊരു സന്തോഷം, തൻ്റെ പൂർവികനായിരിക്കുന്ന ഗഡ്വാങ്കൻ എന്ന രാജർഷി ദേവന്മാർക്ക് വേണ്ടി അനവധികാലം സ്വർഗത്തിലൊക്കെ ചെന്ന് യുദ്ധം ചെയ്തുവെങ്കിലും അവസാനം മനസ്സിനെ ആ ചെയ്ത കർമ്മത്തിൽ കൂടി മനസ്സിനെ അടക്കാൻ സാധിക്കാതെ തിരിച്ചു പോരാൻ തയ്യാറായ സന്ദർഭത്തിൽ, ദേവന്മാർ അദ്ദേഹത്തിന് വരം കൊടുക്കാൻ തയ്യാറായ സന്ദർഭത്തിൽ ഈ ഗഡ്വാങ്കൻ ചോദിക്കുന്നുണ്ട്, ഹേ ദേവന്മാരെ, എനിക്കിനി എത്ര ആയുസ്സുണ്ടെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ സാധിക്കുമോ ചോദിച്ചു. അവർ വേഗം തന്നെ കണക്ക് കൂട്ടി പറഞ്ഞു, അങ്ങക്കിനി ഒരു മുഹൂർത്തം മാത്രമേ ആയുസ്സുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു മുഹൂർത്ത നേരം കൊണ്ട് ഏതൊരു തത്വത്തെ ഭഗവാൻ വാസുദേവൻ എന്ന് സജ്ജനങ്ങൾ മഹാത്മാക്കൾ വിളിക്കുന്നുവോ ആ തത്വത്തെ സാക്ഷാത്കരിക്കാൻ തൻ്റെ പൂർവികനായിരിക്കുന്ന ഗഡ്വാങ്കന് സാധിച്ചുവെങ്കിൽ താൻ എത്രമാത്രം ഭാഗ്യവാനാണെന്നും തൻ്റെ മുന്നിൽ നീണ്ട 7 ദിവസങ്ങളിലേക്ക് കിടക്കുന്നേ മനസ്സിലാക്കിക്കൊണ്ട് പരീക്ഷിത്ത് മഹാരാജാവ് സകലവിധ സുഖഭോഗങ്ങളെയും ത്യജിച്ചുകൊണ്ട് ഗംഗാതീരത്ത് ചെന്ന് പ്രായോപവേശം ചെയ്ത കഥകളും ആ ഗംഗാതീരത്ത് ചെന്ന് ദർഭപ്പുല്ല് വിരിച്ചുകൊണ്ട് വടക്ക് ദർശനമായിരിക്കുന്ന ഈ രാജാവിനെ കാണാൻ വേണ്ടി അവിടെ അനവധി ഋഷീശ്വരന്മാരൊക്കെ വന്നു ചേർന്നു. അപ്പോൾ ഈ ഋഷീശ്വരന്മാരോട്
പരീക്ഷിത് മഹാരാജാവ് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. യത് ശ്രോതവ്യം അതോ ജപ്യം യത് കർത്തവ്യം നൃഭിപ്രഭോ സ്മർത്തവ്യം ഭജനീയം വാ ബ്രൂഹി യദ്വാ വിപര്യം. യത് ശ്രോതവ്യം അതോ ജപ്യം യത് കർത്തവ്യം നൃഭിപ്രഭോ സ്മർത്തവ്യം ഭജനീയം വാ ബ്രൂഹി യദ്വാ വിപര്യം. അതായത് എന്നെപ്പോലെ ആസന്നമരണായിരിക്കുന്ന ഒരാള് ഇന്നേക്ക് 7ാമത്തെ ദിവസം തക്ഷകന്റെ കടിയേറ്റ് മരിക്കും എന്ന ശാപത്താലെ ഗംഗാതീരത്ത് വന്ന് ഞാൻ പ്രായോപവേശം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെപ്പോലുള്ള ഒരാള് എന്ത് കേൾക്കണം, എന്ത് പഠിക്കണം, എന്ത് ശ്രവിക്കണം എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഈ ഋഷീശ്വരന്മാർക്കൊന്നും സത്യത്തിലിവിടെ രാജാവിന് വേണ്ട മറുപടികളൊന്നും കൊടുക്കാൻ സാധിച്ചില്ല. സത്യത്തിൽ നാരദാദി മഹർഷീശ്വരന്മാരൊക്കെ ഗംഗാതീരത്ത് ഇദ്ദേഹത്തിന്റെ സമീപത്ത് വന്നുവെങ്കിലും ഇവർക്കൊന്നും രാജാവിന് വേണ്ട ഉപദേശങ്ങളെ കൊടുക്കാൻ സാധിക്കാതെയല്ല. പകരം അവർക്ക് തോന്നി ഇവരെക്കാൾ ഉപരിയായിക്കൊണ്ട് പരീക്ഷിത് മഹാരാജാവിന് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാൻ വേണ്ടി ഞങ്ങളെക്കാൾ ശ്രേഷ്ഠനായിട്ടൊരാള് ഭഗവാൻ തന്നെ ഒരു ഗുരുവായിട്ട് ഇവിടെ പരീക്ഷിത് മഹാരാജാവിൻ്റെ മുമ്പിൽ വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അത്രയും ഇവരാരും തന്നെ ഇദ്ദേഹത്തിന് വേണ്ട മറുപടികൾ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ല. ഇതും ഭാഗവതം നമ്മളെ കാണിക്കുന്നൊരു തത്വം. ഇന്ന് ജീവിതത്തിൽ പരമമായ വിരക്തിയെ ഉണ്ടാക്കിക്കൊണ്ട് ഈ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പുറപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ ഒരു ഗുരുവായിട്ട് നമ്മുടെ മുന്നിൽ വരും എന്നൊരു കഥ ഈ കഥയിൽ പറയുന്ന പോലെ ഇനി വരുന്ന ദിവചരിത്രത്തിൽ കഥയിലും കാണാൻ സാധിക്കും. 5 വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള ഉണ്ണി പുറപ്പെട്ട സമയത്ത് ഭഗവാൻ തന്നെ നാരദരെ ഗുരുവായിട്ട് പറഞ്ഞയക്കുന്ന രംഗം. എന്ന് വെച്ചാൽ ഈ ജീവിതമാകുന്ന ഈ കച്ചവടത്തിന്റെ ശരിയായിട്ട് ലക്ഷ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആത്മസാക്ഷാത്കാരമാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് ഒരു ഗുരുനാഥന്റെ രൂപത്തിൽ ഭഗവാൻ നമ്മളെ അന്വേഷിച്ചു കൊണ്ടുവരും എന്നൊരു സത്യത്തെ കൂടി നമ്മൾ മനസ്സിലാക്കും. ഈ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ വിവേകാനന്ദ സ്വാമികൾ പാടാറുണ്ട്, എത്ര നാളിങ്ങനെ കാത്തിരിക്കുന്നു ഞാൻ വ്യർത്ഥമായിടുമോ ജീവിതമീശ്വര, ലോകങ്ങൾക്കെല്ലാം അധീശനാണങ്ങുന്നു കേവലം ഞാനൊരു നിസ്സാര ജീവിയും, സാധുവാമെന്നുടെ ചിത്തത്തിലങ്ങയെ വാഴിക്കുവാനുള്ള മോഹം വൃഥാവിലോ, കൊള്ളരുതാത്തൊരു പാഴ്ക്കുടിലെങ്കിലും തെല്ലിട നീയതിൽ വിശ്രമം കൊള്ളുമോ, അല്പമെന്നാകിലും വിശ്രമം കൊള്ളുകിൽ ധന്യമാമെന്നുടെ ജീവിതമോർക്ക നീ, എത്ര നാളിങ്ങനെ കാത്തിരിക്കുന്നു ഞാൻ വ്യർത്ഥമായിടുമോ ജീവിതമീശ്വര. അദ്ദേഹം പറയുന്നത് ഈ ജീവിതത്തിന്റെ പരമായ ലക്ഷ്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാതെ, അല്ലെങ്കിൽ ഇതിനു വേണ്ടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ എവിടെ ജനിച്ചു, നമ്മുടെ ജീവിത സാഹചര്യങ്ങളോ ജാതികളോ മതങ്ങളോ മറ്റുള്ള സംസ്കാരത്തെ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാതെ, അല്ലെങ്കിൽ അതൊന്നും ഇതിൻ്റെ കാരണമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരമമായ ലക്ഷ്യത്തിനായിട്ട് നമ്മൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ തന്നെ ഒരു ഗുരുവായിട്ട് നമ്മുടെ മുന്നിൽ വരും എന്ന കാര്യത്തിൽ ഒരു സംശയം വിചാരിക്കേണ്ട. അതിനു വേണ്ടിതാ ഈ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തെ ആഗമനത്തെക്കുറിച്ച് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റുള്ള ഋഷീശ്വരന്മാരൊന്നും പരീക്ഷിത് മഹാരാജാവിന് വേണ്ട മറുപടികൾ ഇതാ പറഞ്ഞു കൊടുക്കാതിരിക്കുന്നൊരു സന്ദർഭം. ഇങ്ങനെ ഇതാ പരീക്ഷിത് മഹാരാജാവ് വീണ്ടും വീണ്ടും ചോദിച്ചു, നിങ്ങളെപ്പോലുള്ള സജ്ജനങ്ങളൊക്കെ ഇതാ എൻ്റെ മുന്നിൽ ആവിർഭവിച്ച് തന്നെ എനിക്ക് മഹത്തായൊരു പുണ്യമാണെന്നും, കാരണം തീർത്ഥീകുർവന്തി തീർത്ഥാനികളായിരിക്കുന്ന സജ്ജനങ്ങളാണ് ഇന്ന് നമ്മളെപ്പോലെയുള്ളവരെ സംസാര സാഗരത്തിൽ മോചിപ്പിക്കുന്നതെന്നും, നഹമ്മയാനി തീർത്ഥാനി ന ദേവോ മൃച്ഛലാമയാത്തേ പുനന്തിരുകാലേന ദർശനാനേവ സാധവ എന്ന് പറയുന്ന സിദ്ധാന്തത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും ഈ സജ്ജനങ്ങളാകുന്ന തീർത്ഥീകുർവന്തി തീർത്ഥാനികളായിരിക്കുന്ന സജ്ജന സത്സംഗത്തെ നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഏതൊരു ക്ഷേത്രോപാസനയിൽ കൂടിയോ മറ്റുള്ള ഒരു അനുഷ്ഠാനങ്ങളിൽ കൂടിയും ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇത്തരത്തിൽ ആത്മീയമായിട്ട് ഉണർത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സജ്ജന സത്സംഗമാണ് ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ പുണ്യം എന്ന് മനസ്സിലാക്കാൻ സാധിച്ച പരീക്ഷിത് മഹാരാജാവ് വീണ്ടും വീണ്ടും ഈ തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന മുനിമാരോടായിട്ട് ഇത്തരത്തിൽ ചോദിച്ചുവെങ്കിലും അവരതിന് മറുപടി പറഞ്ഞു കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ പരസ്പരം വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിലാണ് ശ്രീശ്വബ്രഹ്മർഷി മംഗളകരമായ കൈവല്യം വരുത്തുവാൻ ഇങ്ങെളുതായുള്ളതെന്തിങ്ങനെ ചോദിച്ചപ്പോൾ തങ്ങളിൽ വിചാരിച്ചു പിന്നെയും മുനീന്ദ്രന്മാർ, ഇങ്ങനെ സാർവഭൗവനാകിയ നൃപവരൻ ഭഗവൽ ഭക്തി തന്നിൽ മുഴിച്ചമഞ്ഞൊരു ഭഗവൽ ഭക്തൻ തനിക്കുടനെ പരഗതി വരുവാൻ എളുതെന്തെന്നാൽ എന്നുള്ളതെന്നിങ്ങനെ
അവരവർ അരിയ വേദാന്ത ശാസ്ത്രാദികൾ പലറ്റിലും നല്ലതേതെന്നു ചൊല്ലിക്കൊടുപ്പാൻ അരുചാഞ്ഞു. വല്ലാതെ വലഞ്ഞവർ എല്ലാരും ഇരിക്കുമ്പോൾ ചൊല്ലഴും പൗരാണികാചാര്യനന്ദനായ കല്യാണാലയൻ കരുണാംബുതി തപോനിധി തുല്യചേത സർവലോകാനുഗ്രഹാർത്ഥമായി അല്ലലെന്നിയെ പെരുമാറിയ ദിഗംബരൻ ഗർഭസ്ഥനായി എന്നേ താൻ മുക്തനായുളവായ മുഗ്ധ മോഹന രമണീയ സുന്ദരൻ രൂപൻ. പുത്രനെ വിളിച്ചവൾ അച്ഛനു ചരാചരൊത്തു ചേർന്നൊന്നായി വിളി കേൾക്കുന്നവൻ സ്വസ്ഥനായി നരേന്ദ്രവൃത്താന്തങ്ങൾ അറിഞ്ഞുടൻ. ഉത്തമ ശ്ലോകൻ നിയോഗത്തിനാൽ അതുകാലം ശ്രീശുക മഹാമുനി താൻ അതിമന്ദം മന്ദം ആശുശുക്ഷണി ദേവനാശകൾ മിന്നും വണ്ണം ഭൂപതിയെ കാൺമാനായി അവതാരം ചെയ്താൽ തത്ര അഭവൽ ഭഗവാൻ വ്യാസപുത്രോ യദൃച്ഛയാഗാമണവാനോ അനപേക്ഷ അലക്ഷ്യലിംഗോ നിജലാപതുഷ്ടോ വൃതസ്ത്രീബാലൈരവധൂതവേഷ. തത്ര അഭവൽ ഭഗവാൻ വ്യാസപുത്രോ യദൃച്ഛയാഗാമണവാനോ അനപേക്ഷ അലക്ഷ്യലിംഗോ നിജലാപതുഷ്ടോ വൃതസ്ത്രീബാലൈരവധൂതവേഷ. ഈ പരീക്ഷിത്ത് മഹാരാജാവിന് വേണ്ട ഉപദേശങ്ങളെ കൊടുക്കാൻ വേണ്ടി ശ്രീശബ്രഹ്മർഷി പിന്നീട് ഗംഗാതീരത്ത് ആവിർഭവിച്ചു. ഇദ്ദേഹത്തിന്റെ ആ മഹത്വത്തെക്കുറിച്ച് ഭാഗവതം വർണ്ണിക്കുന്നു. എന്നും 16 വയസ്സ് മാത്രം പ്രായമായി തോന്നിക്കുന്ന അതിതേജസ്വിയായ ശ്രീശബ്രഹ്മർഷി ജടാധാരിയാണ്. സ്ത്രീകളാലും കുട്ടികളാലും ചുറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാക്ഷാത് ശ്രീശബ്രഹ്മർഷി പിന്നീട് ഗംഗാതീരത്ത് ആവിർഭവിച്ച കഥകളും ഇദ്ദേഹത്തെ ഈ മഹർഷീശ്വരന്മാരൊക്കെ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചുകൊണ്ട് വിശിഷ്ടമായിട്ട് ആസനത്തെ സ്വീകരിച്ചിരുത്തിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. പരീക്ഷിത്ത് വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു, ഹേ ശ്രീശബ്രഹ്മർഷേ, യത് ശ്രോതവ്യം അതോ ജപ്യം, യത് കർത്തവ്യം നിർവിപ്രഭോ സ്മർത്തവ്യം ഭജനീയം വാ ബ്രൂഹി യദ്വാ വിപര്യം എന്ന് പറഞ്ഞ് ആസന്ന മനനായിരിക്കുന്ന ഒരാള് അവസാന കാലഘട്ടത്തിൽ എന്ത് കേൾക്കണം, എന്ത് പാടണം, എന്ത് സ്മരിക്കണം എന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടികളാണ് നമുക്കിനി അടുത്ത കഥയിൽ കൂടി ഇവിടെ വർണ്ണിക്കാനായിട്ടുള്ളത്. അപ്പൊ ശ്രദ്ധിക്കൂ, ഇത് കേവലം പരീക്ഷത്തിന് വേണ്ടി മാത്രം കൊടുക്കുന്ന കഥകളല്ലെന്നും, ഇന്ന് ആസന്ന മരണൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച്, അറിവില്ലാത്ത ഒരാളെ സംബന്ധിച്ച് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് സമയമാണെങ്കിലും അറിവുള്ള ഒരാളെ സംബന്ധിച്ച് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നീണ്ട 59 സെക്കൻഡാണത്രേ. അതുകൊണ്ട് ഓരോ നിമിഷം പോലും ജീവിതത്തിൽ ഈ അറിവിന് വേണ്ടി നമ്മൾ ശ്രമിക്കാതെ, ജീവിതാന്ത്യകാലത്തിൽ ഇദ്ദേഹം പറയാൻ പോകുന്ന ഉപദേശങ്ങളിൽ അന്തേ നാരായണ സ്മൃതിയോടുകൂടി ശരീരത്തെ ഉപേക്ഷിക്കാൻ വേണ്ടി ആദ്യേ ഈ നാരായണ സ്മൃതിയെ ഉണ്ടാക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ കഥയിൽ കൂടി നമുക്ക് ഇനി കാണാൻ സാധിക്കുമെന്നും, ഇതേപോലെ തന്നെ പരീക്ഷിത്ത് മഹാരാജാവിനുണ്ടായ മറ്റൊരു സന്തോഷം, സ്വന്തം മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ വെച്ച് ഭഗവാനെ ദർശിക്കാൻ സാധിച്ച തനിക്ക് ഇന്ന് ഇത്രയും കാലം ഒരു മഹാചക്രവർത്തിയായി ജീവിക്കാൻ സാധിച്ചു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ വിശ്വാസം. ഭഗവാൻ അദ്ദേഹത്തോട് കാണിച്ച ഏറ്റവും വലിയ അനുഗ്രഹം വെച്ചാൽ ഒരു ചക്രവർത്തിയായിട്ട് ജീവിക്കാൻ സാധിച്ചതാണെന്ന് വിചാരിച്ച ആ പരീക്ഷത്തിന് ഇന്ന് മനസ്സിലായി തൻ്റെ ജന്മപുണ്യം എന്ന് പറഞ്ഞാൽ ശ്രീശബ്രഹ്മർഷിയുടെ ദർശനമാണെന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. മാത്രമല്ല, ഈ മനുഷ്യജീവിതമാകുന്ന ഈ കച്ചവടത്തിൽ ഭാഗവതം പറയുന്നു 3 തരത്തിലുള്ള മഹാഭാഗ്യങ്ങളാണത്രേ നമുക്ക് ജീവിതത്തിൽ കിട്ടേണ്ടത്. ഒന്നാമതായി, മനുഷ്യനായിട്ട് നമുക്കിവിടെ ജനിക്കാൻ സാധിച്ചാലും ആത്യന്തികമായി വേണ്ട മനുഷ്യത്വത്തെ ഉണ്ടാക്കാൻ സാധിക്കാം. ശരീരം കൊണ്ടോ വേഷം കൊണ്ടോ ഭാഷ കൊണ്ടോ ഒരു മനുഷ്യനാണെങ്കിലും ഈ സ്വഭാവത്തിൽ ഈ മനുഷ്യത്വത്തെ ഉണ്ടാക്കാൻ സാധിക്കാതെ ഈ ജീവിതം സത്യത്തിലൊരു പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കൂ. ഇതേപോലെ തന്നെ രണ്ടാമത് വേണ്ടതാണ് മുമുക്ഷുത്വം. 84 ലക്ഷം, ഏകദേശം 84 ലക്ഷം, അതും പുഴുകുതുകുന്നയൊമ്പ ഇത്യാദി വർഗത്തിലായും പുലി കരടി കുരങ്ങൻ ഇത്യാദി കൂട്ടത്തിലായും പുനരനവധി ജന്മങ്ങൾ പിന്നെയും കഴിച്ച് കിട്ടുന്ന ഈ മനുഷ്യ ശരീരത്തെ ജീവൻ മുക്തിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക വേണ്ടെന്നുള്ള ആ മുമുക്ഷു എന്നൊരവസ്ഥ അതും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. മൂന്നാമതായി വേണ്ട ഗുണമാണ് മഹാപുരുഷ സംഗമം. മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംഗമം, ഇത് 3ഉം കിട്ടാൻ സാധിച്ചൊരു മഹാത്മാവാണ് സാക്ഷാൽ ശ്രീശബ്രഹ്മർഷി എന്നും അദ്ദേഹത്തിൻ്റെ മുന്നിലിതാ ഇനി കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രീശബ്രഹ്മർഷി ആവിർഭവിച്ച കഥകളും ആ കൊടുക്കുന്ന ഉപദേശങ്ങളാണ് നമുക്കിനി അടുത്ത കഥയിൽ കൂടി വർണ്ണിക്കാനുള്ളത്. എന്തായാലും തന്ന സമയപരിധി വെച്ചുകൊണ്ട്
സാധാരണ ഒരു പ്രഭാഷണ പരമ്പരയിൽ നിന്ന് വിട്ടുകൊണ്ട് തന്ന അധ്യായത്തെ മാക്സിമം പരിചയപ്പെടുത്തി കൊടുക്കുക എന്നൊരു ദൗത്യം നമുക്ക് വന്നതുകൊണ്ട് കുറച്ച് പ്രസൻറ്റേഷന് കുറച്ച് ബുദ്ധിമുട്ട് വന്നു. പ്രഭാഷണ പരമ്പര പോലെ അവതരിപ്പിക്കുക എല്ലാം വേണ്ടത് പ്രത്യേക നിർദ്ദേശം തന്നതുകൊണ്ട് ശ്ലോകാനുശ്ലോകത്തെ വർണ്ണിക്കാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ തീരുമാനിച്ചതെങ്കിലും അത് എത്രത്തോളം പ്രയോജനകരമായി തീരാൻ സാധിച്ചു എന്നറിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ സജ്ജനങ്ങളായിരിക്കുന്ന ശ്രോതാക്കൾക്ക് ഇതിൽ നിന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ധന്യോസ്മി അനുഗ്രഹദോസ്മി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വാക്കുകൾ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കട്ടെ. ഇനിയും ഒരു നാമം കൂടി ചൊല്ലിക്കൊണ്ട് സമർപ്പണഗാനമായിട്ട് ശ്രോതാക്കളെ കൊണ്ട് തന്നെ ഗോവിന്ദനാമത്തെ ചൊല്ലിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഒരു നാമം ചൊല്ലിത്തരും. അതിൻ്റെ ഈരടി പറ്റുന്ന പോലെ ഉറക്കേറ്റ് ചൊല്ലും. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മാനവജന്മം പാഴാക്കാതെ മാധവനാമം പാടുക നീ. മോഹനമയമായി കാണുമിതെല്ലാം മായികമാണെന്നറിയൂ നീ. മായികമാണെന്നറിയൂ നീ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഈശ്വര സേവയ്ക്കുള്ളൊരു ജന്മം ശാശ്വതമല്ലെന്നോർക്കുകിൽ നീ. ആശിച്ചിടുകയില്ല പലതും കേശവനാമമിതല്ലാതെ. കേശവനാമമിതല്ലാതെ. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. നാരായണ നാമം പാടാതെ നാവിൽ വീടും വാക്കുകളായി നാണം കെട്ടു നടക്കുന്നെന്തിനു നാമം നിന്നെ കാത്തിടും. നാമം നിന്നെ കാത്തിടും. ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. കാലം നിന്നെ എടുത്തും കൊണ്ട് കാലനു നൽകതു നിന്റെ ഗതി. കാലികൾ മേയ്ക്കും കാർമുകിൽ വർണ്ണൻ നാമമിതല്ലാതെന്തു ഗതി. നാമമിതല്ലാതെന്തു ഗതി. ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ. മാനവജന്മം പാഴാക്കാതെ മാധവനാമം പാടുക നീ. മോഹനമയമായി കാണുമിതെല്ലാം മായികമാണെന്നറിയൂ നീ. മായികമാണെന്നറിയൂ നീ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഭക്തിയാൽ ജ്ഞാനത്താൽ ദൈവീകമാകുന്ന കർമ്മത്തെ എന്നെന്നും കൈപ്പിടിക്കാൻ മാനവരെ സദാ മാടി വിളിക്കുന്ന ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ. ശ്രീമദ് ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ.